സെവൻത്ത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ സമാന്തര വരകൾ, പാരലൽ ലൈൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ആദ്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിലാദ്യം അറിയേണ്ടത് രണ്ട് ലൈൻസ് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ 4 ആംഗിൾസ് ഉണ്ടാവുന്നു. 1, 2, 3, 4. ശ്രദ്ധിക്കണം, ഒരു വരയെ മറ്റൊരു വര മുറിക്കുമ്പോൾ അവിടെ 4 ആംഗിൾ ഉണ്ടാവുന്നു. അതൊരു പോയിന്റ്. രണ്ടാമത്തത്, 2 ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ അവിടെ 8 ആംഗിൾസ് ഉണ്ടാവുന്നു. ആംഗിൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കോണുകൾ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഉണ്ടാവുന്ന കണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8. 8 കോണുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും 3 ലൈനിനെ കട്ട് ചെയ്യുമ്പോൾ, ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ അവിടെ 12 ആംഗിൾ, 12 ആംഗിൾ ഉണ്ടാവും. അപ്പൊ എന്താണ്, ഇവിടെ 4 കോണുകൾ ഉണ്ടാവും, ആംഗിൾസ് ഉണ്ടാവും. അപ്പൊ 2 എണ്ണം വരുമ്പോൾ 8 എണ്ണം ഉണ്ടാവും. 3 ലൈൻ വരുമ്പോൾ 12 എണ്ണം. ഇതിന് 4, ഇതിന് 4, ഇതിന് 4. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എത്ര ലൈനിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാച്ചാൽ എത്ര ലൈനിനെ കട്ട് ചെയ്യുന്നോ അതിന്റെ 4 ടൈംസ് ആയിരിക്കും ആംഗിൾ ഉണ്ടാവുക. അത് ഒരു പോയിന്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമ്മൾ അവിടെ അറിഞ്ഞു വെക്കേണ്ടത്, നോക്കൂ, ഇവിടെ 4 ആംഗിൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു ലൈനിനെ, ഒരു വരയെ മറ്റൊരു വര മുറിക്കുമ്പോൾ അവിടെ 4 കോണുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതില് ഇത് വലിയ കോണാണ്, ഇത് ചെറിയ കോണാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വലുത് ചെറുത് എന്ന് പറയുന്നത്? അതായത് ഇങ്ങനെ നമ്മൾ ഒരു ആംഗിൾ നമ്മൾക്ക് കിട്ടിയാൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് നോക്കിയാൽ കാണാൻ പറ്റും, ഇത് 90 ഡിഗ്രിയാണ് വരിക ഇതിന്. അപ്പൊ 90 ഡിഗ്രിയിൽ ചെറിയതായിട്ട് വരുന്ന കോണുകളെ നമ്മൾ ചെറിയ കോണെന്നും, 90 ഡിഗ്രിയില് ഈ 90 ഡിഗ്രീനെക്കാളും വരുന്ന കോണുകളെ നമ്മൾ വലിയ കോണുകൾ എന്നും പറയും. ഓക്കെ, അപ്പൊ എന്താണ് ചെറുത് വലുത് എന്ന് പറഞ്ഞാൽ 90നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ മോർ ദാൻ 90 ആംഗിൾ വരുമ്പോ അത് ലാർജ് ആംഗിള്, ലെസ് ദാൻ 90 വരുമ്പോ അത് സ്മോൾ ആംഗിള്. അപ്പൊ ഇവിടെ നമ്മൾക്കിതാ ഈ ആംഗിള് നമുക്ക് കാണാം ഈ 90നെക്കാളും ചെറിയ, ഇങ്ങനെ കുനിഞ്ഞിട്ടായില്ല അല്ലെ. 90 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ നേരെ നിൽക്കുകയാണ്, കറക്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത് ഇതിനേക്കാൾ കുനിഞ്ഞിട്ടാണുള്ളത്. അപ്പൊ അത് ലെസ് ദാൻ 90 ആണ്, ഇത് ഗ്രേറ്റർ ദാൻ 90 ആണ്. അതുപോലെ ഇത് ലെസ് ദാൻ 90 ആണ്, 90ൽ കുറവാണ്, ഇത് 90ൽ കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അറിയാം എതിരാംഗിളുകൾ തുല്യാണ്. എതിരാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതായത് നോക്കൂ കുട്ടികളെ, ഇതാ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം പോലെ ഇതിനെ എടുത്തു കഴിഞ്ഞാല് ഇതിന്റെ മുകളിലുള്ളതും ഈ താഴെയുള്ള ആംഗിളും ഇതും വലുതാണ്, ഇതും വലുതാണ്. വലിയ ആംഗിളുകൾ തുല്യാണ്, കാരണം എതിർ കോണുകളാണ് അവ. മറു കോണുകൾ ഇതിന് നേരെ തിരിച്ചു വരുന്ന കോണുകളാണ്. അതേപോലെ ഈ കോണും തുല്യമായിരിക്കും, ഇപ്പുറത്തെയും. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു എക്സ് പോലെ വരുമ്പോ ഇതും ഈക്വൽ ആണ്, തുല്യാണ്. അതേപോലെ ഇപ്പുറത്തതും ആണ്. അതിന് നമുക്ക് വേറൊരു തരത്തിൽ പറയാം. ഒരു വരയെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോ ചെറിയ കോണും, ഇത് ചെറുതാണ്, ഇതും ചെറിയതാണ്, ഇത് വലിയതാണ്, ഇതും വലിയതാണ്. ഓക്കെ, വലിയതും തുല്യം, ചെറിയതും തുല്യം. അതേ പ്രോപ്പർട്ടി തന്നെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഇവിടെ 1 എന്ന് പറയുന്നത് ചെറിയതാണ്, സ്മോൾ ആണ്. 3 എന്ന് പറയുന്നത് സ്മോൾ ആണ്, ഈക്വൽ ആണ്. 2 എന്ന് പറയുന്നത് 90 ഡിഗ്രിനെക്കാളും കൂടുതലുണ്ട്, മോർ ദാൻ 90 ഉണ്ട്, അപ്പോൾ ലാർജ് ആണ്. ഇതെന്താണ്? ഇതും ലാർജ് ആണ്. ഇത് സ്മോൾ ആണ്, ലാർജ് ആണ്. അപ്പൊ സ്മോൾ ഈക്വൽ, ലാർജും ഈക്വൽ. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിയും കൂടെ അറിയാം. ഒരു ലൈനിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 2 സ്മോൾ ആംഗിൾസ് ഉണ്ടാവും, 2 ലാർജ് ആംഗിൾസ് ഉണ്ടാവും. സ്മോൾ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ലാർജ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. എക്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്കതിനെ നമ്മളെ മനസ്സിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അതേമാതിരി ഒരു ലൈനിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ചെറുത് വലുത് എന്ന് പറയുന്നത് ഇല്ല. കാരണം എന്താ? ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. അപ്പൊ 90ൽ ചെറുത് എന്ന് പറയുന്നതില്ല. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓരോന്നും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഒരു വരയെ 90 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ, പെർപെൻഡിക്കുലർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ, കുത്തനെയാണ് വരക്കുന്നത് എങ്കിൽ
അവിടെയുള്ള 4 ആംഗിൾസും ഈക്വൽ ആയിരിക്കും, ഓരോന്നും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായി മനസ്സിലാക്കുക. ഒന്നുകൂടെ ബ്രീഫ് ചെയ്യുക. ഒരു വരയെ മറ്റൊരു വര മുറിക്കുമ്പോൾ, ഒരു ലൈനിനെ മറ്റൊരു വര കട്ട് ചെയ്യുമ്പോൾ അവിടെ എത്ര ആംഗിൾ ഉണ്ടാവും? 4 ആംഗിൾ ഉണ്ടാവും. 2 വരയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു വര കട്ട് ചെയ്യുമ്പോൾ അവിടെ 8 ആംഗിൾ ഉണ്ടാവും. 2 വരയാകുമ്പോൾ 2 × 4. അത് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഒരു വരയെ മറ്റൊരു വര മുറിക്കുമ്പോൾ സ്മോൾ ആംഗിൾസും ഉണ്ടാവും, ലാർജ് ആംഗിൾസും ഉണ്ടാവും. ചെറിയ കോണുകൾ ഉണ്ടാവും, വലിയ കോണുകൾ ഉണ്ടാവും. അപ്പൊ ചെറിയ കോണും തുല്യമായിരിക്കും, വലിയ കോണും തുല്യമായിരിക്കും. ഓക്കെ, സ്മോളും ഈക്വല്, ലാർജും ഈക്വല്. രണ്ടാമത്തത്. മൂന്നാമത്തെ പറഞ്ഞത്, ഒരു ലൈനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ 90 കുത്തനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത് എങ്കിൽ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈച്ച് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു വരക്ക് കുത്തനെ മറ്റൊരു വര വരച്ചാല് ഉണ്ടാകുന്ന എല്ലാ കോണുകളും തുല്യമായിരിക്കും, ഓരോന്നും 90 ഡിഗ്രി വീതമായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 സമാന്തര വരകളെ ഒരു വര മുറിക്കുമ്പോൾ എ ലൈൻ ഈസ് കട്ട് ബൈ 2 പാരലൽ ലൈൻസ്. 2 പാരലൽ ലൈൻസിനെ ഒരു വര കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസിന്റെ കോണുകളുടെ പ്രത്യേകത. 2 സമാന്തര വരകളെ ഒരു വര മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുടെ സമാന്തര പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, 2 വരകളെ ഒരു വര മുറിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 8 കോണുകൾ ഉണ്ടാകും അല്ലെ? 8 കോൺ, 8 ആംഗിൾസ് ഉണ്ടാവും. അത് നമുക്ക് അറിയുന്നതാണ്, അത് നേരത്തെ പറഞ്ഞതാണ്. അത് ഏതെല്ലാമാണ്? 1 2 3 4 5 6 7 8. ഞാൻ ഓർഡറിലൊന്നല്ല എഴുതിയത്, കാരണം നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും ആംഗിൾസ് ഇവിടെ ഉണ്ട്, 8 ആംഗിൾസ് ഉണ്ട്. ഈ 8 ആംഗിൾസില് ഓരോരു പ്രത്യേകത ഓരോന്നിനും ഉണ്ട് എന്നുള്ളതാണ്. ആ പ്രത്യേകത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. എന്താണ് പ്രത്യേകത നോക്കിക്കോളൂ. ഇങ്ങനെ വരുമ്പോ 2 ലൈനിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ചെറിയ ആംഗിളാണ്, ഇതും ചെറിയ ആംഗിളാണ് അല്ലെ? ഒരു ലൈനിൽ ഉണ്ടാക്കുന്ന ചെറിയ ആംഗിളും ഈക്വൽ ആണെന്ന് നേരത്തെ അവൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ലൈനിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഈ ആംഗിളും ഈക്വൽ ആണ്, അത് നമുക്കറിയാം. പക്ഷെ അതല്ല, ഇതും ഈക്വൽ ആണ് എന്നാണ്. എന്തുകൊണ്ട് അറിയോ? അവ നമുക്ക് പ്രൊട്രാക്ടർ എടുത്ത് അളന്നു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ ആംഗിൾ അളന്നു നോക്കുക, അതിപ്പം 70 ഡിഗ്രി ഉണ്ട് എങ്കിൽ ഈ ആംഗിളും 70 ഡിഗ്രി ഉണ്ടാകും. അപ്പൊ നമുക്ക് അളന്ന് നോക്കാതെ മനസ്സിലാക്കാൻ പറ്റുക ഒരേ സ്ഥാനത്ത് വരുന്ന ആംഗിളുകൾ ആയതുകൊണ്ടാണ് ഇവ തുല്യാവുന്നത്. ഒരേ സ്ഥാനത്ത്, ഒരേ പൊസിഷനിൽ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താണ് ഈ പൊസിഷൻ എന്ന് പറഞ്ഞാല്? നോക്കൂ കുട്ടികളെ, ഈ ആംഗിള് ഞാൻ ഇതിനെ മാത്രം വരക്കാം. ഇങ്ങനെ വരുന്നു ഈ ആംഗിള് 70 ഡിഗ്രി. ഈ രണ്ടാമത്തെ ആംഗിൾ ഞാൻ വരക്കാം, അത് ഇങ്ങനെ വരുന്നു. നോക്കിക്കോളൂ, ഇങ്ങനെ വരുന്നു. അതായത് ഈ വരയുടെ മുകളിലാണ് ഈ ആംഗിളില്, ഈ വരയുടെ മുകളിലാണ് ഇതുള്ളത്. അപ്പൊ അതിന്റെ സ്ഥാനം തുല്യാണ്. ഇതും വരയുടെ മേലെ, ഇതും വരയുടെ മേലെ. ഇനി നോക്കൂ, ഈ വരയുടെ റൈറ്റ് സൈഡിലാണ് ഇതുള്ളത്, വലതു ഭാഗത്താണ് ഇതുള്ളത്. ഈ ലൈനിന്റെയും റൈറ്റ് സൈഡിലാണ് ഇതുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ മുകളിലത്തെ 70 ഡിഗ്രി എന്ന് പറയുന്നത് ഈ വരയുടെ മുകളിലും ഈ മറ്റേ കട്ട് ചെയ്യുന്ന മുറിക്കുന്ന വരയുടെ വലതുഭാഗത്തുമാണ്. അതേ പൊസിഷൻ തന്നെ ഇതുള്ളത്. ഇതും വരയുടെ മുകളില്, കട്ട് ചെയ്യുന്ന മുറിക്കുന്ന വരയുടെ വലതുഭാഗത്തും. അതിനെയാണ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരേ പൊസിഷനിലുള്ള ആംഗിളുകളെല്ലാം ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. അതിന് നമ്മൾ പറയുന്നത് ഇതെങ്ങനെയാണോ അതേപോലെയാണ് ഇതിന്റെയും സ്ഥാനം. അപ്പൊ അതിന് ഇംഗ്ലീഷ് നമ്മൾ പറയും കറസ്പോണ്ടിങ് ആംഗിൾ. ശ്രദ്ധിക്കണം, കറസ്പോണ്ട്, ഇതെങ്ങനെയാണോ അതേപോലെ ഇത് തന്നെ ഉണ്ടാവുന്നു. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ നോക്കൂ, ഈ 1 എന്ന് പറയുന്നത് നോക്കൂ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന ആംഗിൾ ആണ്. അതേപോലെ ഈ ആംഗിൾ നോക്കിക്കോളൂ, ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന ആംഗിൾ ആണ്. ഈ വരയുടെ മുകളിലാണ് 1 എന്ന് പറയുന്ന ഈ ആംഗിൾ ഉള്ളത്, ഈ വരയുടെ മുകളിലാണ് 8 ഉള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വരയുടെ ഇടതുഭാഗത്താണ് 1 ഉള്ളത്,
ഈ വരയുടെയും ലെഫ്റ്റ് ഇടതുഭാഗത്താണ് 8 ഉള്ളത്. അപ്പൊ ഈ മുകളിലത്തത് എങ്ങനെ കിടക്കുന്നോ അതേപോലെ തന്നെയാണ് താഴെയും കിടക്കുന്നത്. അതേപോലെയുള്ള മറ്റേ സെറ്റാണ് 4, 7. 4 ഈ വരയുടെ താഴെ, ഇത് ഈ വരയുടെ താഴെ. 3 ഈ വരയുടെ താഴെ, ഈ വരയുടെ താഴെ. ഓക്കെ, അതായത് ഈ വരയുടെ റൈറ്റ്, ഈ വരയുടെ റൈറ്റ്. അപ്പോ എത്ര സെറ്റ് ഉണ്ടാവും? 4 സെറ്റ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ടാവും. അതിന് നമുക്കിടെ എഴുതുക, കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് ഓരോന്നായിട്ട് പറയാം. 1 കറസ്പോണ്ടിങ് ആയിട്ട് ആരായുള്ളത്? 8 ആണ്. 1, 8. ഇനി 2 കറസ്പോണ്ടിങ് ഉള്ളത് 5. ശ്രദ്ധിക്കണേ, 2, 5. 3 നോക്കിയ 1, 2 ആയി. ഇനി 4 കറസ്പോണ്ടിങ് ചെയ്ത് 7. 4, 7. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. കാരണം 4 എന്ന് പറഞ്ഞ ഈ വരയുടെ താഴെയാണ്, 7 വരയുടെ താഴെയാണ്. 4 വരയുടെ ഈ മുറിക്കുന്ന വരയുടെ ഇടതാണ്, ഈ 7 മുറിക്കുന്ന വരയുടെ 7ആണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണോ ഇതിനെ പ്രസന്റ് ചെയ്യുന്നത് അതേപോലെയാണ് ഇതും പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിള് മലയാളത്തില് നമ്മൾ പറയും സമാന കോണുകൾ. സമാന കോണുകൾ. സമാന കോണുകൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഒരേ മാതിരി വരുന്ന കോണുകൾ. അതായത് കറസ്പോണ്ടിങ് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ എങ്ങനെയാണോ അതേപോലെ ഇവിടെയും വരുന്നു സമാന കോണുകൾ. 4, 7, അതേപോലെ 3, 6. ഓക്കെ, 3, 6 ഇങ്ങനെയുള്ള 4 പെയർ കിട്ടും. അതായത് 4 പെയർ. അപ്പൊ അതും കൂടെ നമ്മൾ ഓർത്തു വെക്കണം. 4 പെയറാണ് കറസ്പോണ്ടിങ് ആംഗിൾ ഉണ്ടാവുക. കറസ്പോണ്ടിങ് ആംഗിളിന്റെ പ്രത്യേകത സ്ഥാനത്തിനാണ്, പൊസിഷൻ ആണ് പ്രാധാന്യം. ഓക്കെ, അപ്പൊ അവ ഈക്വൽ ആയിരിക്കും. അപ്പൊ 1ഉം 8ഉം ഈക്വൽ ആയിരിക്കും. 2ഉം 5, 4, 7, 3, 6. 1ഉം 8ഉം 2ഉം 5ഉം 4ഉം 7ഉം 3ഉം 6ഉം ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, ഇത് 70 ആണെങ്കിൽ ഇത് 70. നോക്ക്, ഇത് നമുക്ക് കിട്ടും 110 എന്ന് കിട്ടും. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 150 ആണല്ലോ. ലീനിയർ പെയർ, രേഖീയ ജോഡി എന്ന് പറയും. അപ്പൊ ഇത് 110 ആയതുകൊണ്ട് ഈ താഴത്തത് എത്ര വരും? 110 തന്നെ വരും. കറക്റ്റ്. നോക്കൂ, ഇത് 70 ആയതുകൊണ്ട് ഇപ്പുറത്തത് 70 വരും. ഇത് 70 ആയതുകൊണ്ട് താഴത്തതും എത്ര കിട്ടും? 70 എന്ന് പറയുന്ന ആംഗിൾ കിട്ടും. അപ്പൊ ഈ പ്രത്യേകത വെച്ചിട്ട് നമുക്ക് പാരലൽ ലൈൻസ് തന്നു കഴിഞ്ഞാൽ മറ്റ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയണം. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം. നോക്കൂ, ഇങ്ങനെ 2 ലൈൻ തന്നു, ഇങ്ങനെ 2 ലൈൻ തന്നു, പാരലൽ ലൈൻ. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ തന്നു. ഓക്കെ, ഈ ആംഗിള് 120 തന്നു. ഇത് 120 തന്നു കഴിഞ്ഞാല് ഇതെത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഈ വരയുടെ മുകളില്, ഈ വരയുടെ മുകളില്, ഇതിന്റെ ലെഫ്റ്റ്, ഇതിന്റെ ലെഫ്റ്റ്. ഓക്കെ, ഇത് എത്ര വിരിവുണ്ടോ അത്. നമുക്ക് ഒരാളുടെ തല വരച്ചാല് ഒരാളിങ്ങനെ ചാരി കിടക്കുന്ന മാതിരി വിചാരിക്കുക, അല്ലെ കാറിന്റെ സീറ്റ് ഇരിക്കുന്ന മാതിരി വിചാരിക്കുക. അപ്പൊ അതേപോലെ തന്നെയല്ലേ ഇയാളും വരിക, കാറിന്റെ സീറ്റിൽ ഇരിക്കുന്ന പോലെ ഒരേ പൊസിഷനിൽ വരും. ഇനി ഇയാളെ നമുക്ക് നോക്കാം. ഇയാൾ ഡൈവിങ്, ഈ നീന്തലിന് ഇങ്ങനെ സ്വിമ്മിങ്ങിന്റെ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന അത്ലറ്റ് അവരെ കണ്ടിട്ടില്ലേ? അപ്പൊ സ്വിമ്മേഴ്സിനെ കണ്ടിട്ടില്ലേ? അതേമാതിരി ഇങ്ങനെ വെള്ളത്തിലേക്ക് ചാടാൻ കുനിഞ്ഞു നിൽക്കുന്നു. അതേപോലെ തന്നെ ഇയാളും എന്ത് ചെയ്യുന്നു? ഇതാ നോക്ക്, വെള്ളത്തിലേക്ക് ചാടാൻ ഇവിടെ തല വരച്ചു കൊടുത്താൽ ഇയാളും എന്ത് ചെയ്യുന്നു? അതേമാതിരി കുനിഞ്ഞു നിൽക്കുന്നു. ഒരേ പൊസിഷനിലുള്ള ആംഗിളുകൾ ഇങ്ങനെ ലൈൻ വരച്ചാലും മനസ്സിലാക്കാൻ കഴിയണം, ഇങ്ങനെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ആംഗിൾ, ഇത് കറസ്പോണ്ടിങ് പൊസിഷന് പ്രാധാന്യം കേട്ടോ, ശ്രദ്ധിക്കണം. കറസ്പോണ്ടിങ് ആംഗിള് പൊസിഷൻ, സ്ഥാനത്തിന് പ്രാധാന്യം, പൊസിഷൻ സ്ഥാനത്തിന് പ്രാധാന്യമുള്ളതാണ് ഒന്നാമത്തെ ആംഗിൾ. രണ്ടാമത്തെ ലൈനിൽ നമ്മൾ പുതിയ മറ്റൊരു ആംഗിളിനെ പഠിക്കാൻ പോവാണ്. നോക്കൂ കുട്ടികളെ, ഇവിടെ ഈ ആംഗിൾ ഇതാ നോക്കിക്കോ, ഈ ആംഗിളിന് ഈക്വൽ ആണ് ഈ ആംഗിൾ. അത് നോക്കിയതാ, ഈ ചിത്രത്തിന് മനസ്സിലാവും. ഈ 4ഉം ഈ 5ഉം ഈക്വൽ. നോക്കിയതാ, ഇത് 70 ഡിഗ്രി ആയിരുന്നു, അപ്പൊ ഇത് 70 ആയിരുന്നു. ഓക്കെ, ഇത് എത്രയാണോ അത് നോക്കിക്കഴിഞ്ഞ് ഇതിന് ഞാനിപ്പോൾ 80 ഡിഗ്രി എന്ന് എഴുതിയാല് ഇതും 80 ഡിഗ്രി ആയിരിക്കും. അതായത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ചോദിച്ചാല്, ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തത് 80 ഡിഗ്രി ആയിരിക്കും.
എന്താണ് കാരണം? നേരത്തെ നമ്മൾ പറഞ്ഞ ഐഡിയ, ഈ വരയുടെ താഴെ വരുന്നത്, ഈ വരയുടെ താഴെ വരുന്നത് 80 ഡിഗ്രി. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ എതിർകോണാണ് ഇത്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇത്. അപ്പൊ ഇത് 80 ആണ്, ഇതും 80 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതറിയില്ലെങ്കിലും നമ്മൾക്ക് പറയാൻ കഴിയണം ഇത് 80 ആണെങ്കിൽ ഇത് 80 ആയിരിക്കും. അതേപോലെ ഇത് 80 ആകുമ്പോ ഇപ്പുറത്തെ നമുക്കറിയാം 110 ഡിഗ്രി. എന്താണ്? ലീനിയർ പെയർ എന്നുള്ള പ്രോപ്പർട്ടി ഓർമ്മയുണ്ടല്ലോ. ഒരു വരയില് ഇത് 80 ആണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ കിട്ടുന്നത്, സോറി 110 അല്ല, നമുക്ക് കിട്ടുന്നത് 100 ആണ്. അപ്പൊ ഇത് കിട്ടുന്നത് 100 ഡിഗ്രി. 100ഉം 80ഉം കൂട്ടിയാല് 180. 100ഉം 80ഉം കൂട്ടിയാല് സപ്ലിമെന്ററി 180 ഡിഗ്രി എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ ഇത് 80 ആണെങ്കിൽ ഇത് 100 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പൊ ഇത് 80 ആണെങ്കിൽ ഇതും എത്ര കിട്ടും? 100 ഡിഗ്രി കിട്ടും. അപ്പോ ഈ പ്രത്യേകത അറിയാതെ തന്നെ നമുക്ക് നോക്കൂ, ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇതും 100 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എന്താണ് ഈ ആംഗിൾസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നോക്കൂ, ഇവിടെയുള്ള ഒരു ലൈൻ, ആ ലൈനിന്റെ വലതു ഭാഗത്ത് ഇത് ഈ ലൈനിന്റെ വരയുടെ ഇടതു ഭാഗത്ത്. രണ്ടാമത്തെ പ്രത്യേകത, ഇങ്ങനെ പോകുന്ന വരയുടെ താഴെ ഇത്, ഇങ്ങനെ പോകുന്ന വരയുടെ മുകൾ ഭാഗത്ത് ഇത്. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പറയുന്നതാണ് ഇത്. ഇനി ഇപ്പുറത്തെ കാര്യം നോക്കാം. ഇത് 80 ആയിരുന്നുവല്ലോ. നോക്ക്, ഈ 80 എന്ന് പറയുന്നത് എങ്ങനെയാ? ഈ വരയുടെ താഴെ. അപ്പൊ ഈ 80 എങ്ങനെയായിരുന്നു? ഇതിന്റെ താഴെ, ഇതിന്റെ മേലെ. ഈ വരയുടെ വലതുഭാഗത്ത്, റൈറ്റ്, ഈ വരയുടെ ഇടതുഭാഗത്ത്. അപ്പൊ ഇങ്ങനെ നേരെ മറുകോൺ എന്നാണ് ഇതിന് മലയാളത്തിൽ പറയാ, മറുകോൺ. ഇംഗ്ലീഷിൽ നമ്മൾ പറയാ ഓൾട്ടർനേറ്റ് ആംഗിൾ. സിമിലർ അല്ല, ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് വരിക. അപ്പോ ഈ ആംഗിൾസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചാല്, ഈ ആംഗിൾസ് പൊതുവെ വരുന്നത് ഈ ഷേപ്പിൽ വരുന്നതാണ്. നോക്കിക്കോളൂ, ഈ സെഡ് എന്ന് പറഞ്ഞ ഷേപ്പിൽ. ഇത് 80 ആണെങ്കിൽ ഇത് 80. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ വരണം എന്നില്ല. ഇനി നേരെ തിരിച്ചിട്ടും വരാം. അതായത് ഇങ്ങനെയും വരാം. ഇങ്ങനെ വന്നാല് ഇത് ഇപ്പൊ ഇത് 60 ആണെങ്കിൽ ഇതും എത്ര? 60 ആയിരിക്കും. ഈ ഷേപ്പിൽ വരാം. പിന്നെ ഇങ്ങനെയും വരാം. നോക്കൂ, ഇങ്ങനെയും വരാം. നോക്ക്, അപ്പൊ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇതും 40 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ 3 രൂപങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് ഈ ഓൾട്ടർനേറ്റ് ആംഗിളിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സെഡ് എന്ന് പറയുന്നതിന് ഇപ്പുറത്തെയും ഇപ്പുറത്തെയും. ഓക്കെ, അപ്പൊ അതൊന്ന് ആ രൂപം ഒന്ന് മനസ്സിൽ വെക്കുക. ഏതാണ് രൂപം എന്ന് പറഞ്ഞത്? ഇങ്ങനെയുള്ള രൂപങ്ങളിലാണ് ഈ ആംഗിള് വരിക. അപ്പൊ അതിൽ വരുന്ന ഇതിന്റെ ഇൻക്ലിനേഷൻ ഇവിടെ വരുന്നതാണ് ഇവിടെ വരുന്ന മറുകോൺ എന്ന് പറയുന്ന ഐഡിയ. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ. ഇത് പൊസിഷനിൽ ഈക്വല്. ഇത് നേരെ തിരിച്ചിട്ട് സെഡ് എന്ന് പറയുന്ന അക്ഷരം ഒന്ന് ഓർമ്മിച്ചു. സെഡ് എന്ന് പറയുന്ന അക്ഷരത്തിൽ വരുന്ന ആ ക്യാപിറ്റൽ ലെറ്ററിൽ വരുന്ന ആംഗിൾസിന്റെ മോഡലാണ് ഇത് പൊതുവെ വരിക. അത് തിരിച്ചിട്ടാലും വരാം. നോക്കിക്കുക, ഇത് തിരിച്ചിട്ടിട്ടാണ്. സെഡിനെ തിരിച്ചെഴുതിയ മാതിരി ഇതിനെ സങ്കല്പിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഓൾട്ടർനേറ്റ് ആംഗിൾ, മറുകോൺ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പും കൂടി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാല് ഇത് പഠിച്ചു കഴിഞ്ഞു. നോക്കൂ, മൂന്നാമത്തേത് എന്താണെന്ന് വെച്ചാല്, നോക്കൂ, ഈ ആംഗിള് ഒരു 110 ഡിഗ്രി ഉണ്ട് വിചാരിച്ചോ. ഈ ആംഗിൾ നമുക്ക് പറയാൻ പറ്റും എത്രയാണ്. എങ്ങനെ പറയാൻ പറ്റും? ഇത് 110 ആണെങ്കിൽ ഇപ്പുറത്തത് ഇപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. 110 ഡിഗ്രി മറുകോൺ, ഓൾട്ടർനേറ്റ് ആംഗിൾ. ഈ മോഡൽ വന്നു, ഈ മോഡൽ വന്നു. ഓക്കെ, ഈ മോഡൽ വന്നുവല്ലോ. അപ്പൊ ഇതും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ 110 ആകുമ്പോ ഇത് 110 ആകുമ്പോ ഇത് എത്രയായിരിക്കും? 70 ഡിഗ്രി. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ലീനിയർ പെയർ, രേഖീയ ജോഡി എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് ഒരു വരയുടെ മേലെ വരുന്ന 2 കോണുകള് 2 കൂട്ടിയാൽ 180 ആയിരിക്കും. ഓക്കെ, അത് കൃത്യമായിട്ട് എപ്പോഴും പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പം ഇങ്ങനെ കിട്ടിയിട്ടാണ് ഇതിനെ കിട്ടിയത്. അത് കിട്ടാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാല്, ഇങ്ങനെ വരുന്ന ആംഗിൾസിന്റെ പ്രത്യേകത ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടും. 180 കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ആ ആംഗിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാല്, ഈ
രണ്ട് ലൈൻ ഉണ്ടല്ലോ, ഈ രണ്ട് ലൈനിന്റെ അകത്താണ് വരിക. ഈ രണ്ട് വരയുടെ ഉള്ളിൽ വരുന്നത് കൊണ്ട് അതിനാ നമ്മൾ ഇംഗ്ലീഷില് ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ അകത്ത് എന്നല്ലേ അർത്ഥം. ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയും. മലയാളത്തില് ആന്തര കോണുകൾ എന്ന് പറയും. ആന്തര കോണുകൾ. ഈ ആന്തര കോണുകൾ എന്ന് പറയുന്നതിനാ നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആന്തര സഹകോണുകൾ എന്നാണ് ഇവയെ പറയാ. ഇവയെ സഹകോണുകൾ, ആന്തര സഹപാഠികൾ എന്നും പറയില്ലേ. ഓക്കെ, ആന്തര സഹകോണുകൾ രണ്ടും ഒരേ മാതിരി, രണ്ടിന്റെയും ഈ രണ്ട് വരക്കടിയിലായതുകൊണ്ട് അപ്പൊ ഇതിനെ പറയാ കോ ഇന്റീരിയർ. സഹ എന്ന് പറയുന്നതിനാ കോ ഇന്റീരിയർ ആംഗിൾസ് എന്നാണ് പറയുക ഇങ്ങനെ വരുന്ന ആംഗിൾസിന്. അപ്പൊ അതേമാതിരിയുള്ള കോ ഇന്റീരിയർ ആംഗിൾ ആണ് ഈ ആംഗിളും ഇപ്പുറത്തെ ആംഗിളും. എന്തുകൊണ്ട്? ഈ വരയുടെയും അകത്താണ് അത് വരുന്നത്. കൂടാതെ ഈ വരയുടെ ഇപ്പുറത്തെ സൈഡിലും ഒരേ സൈഡിൽ വരുന്നതാണ് ആര് വരുന്നത്? ഈ കോ ഇന്റീരിയർ അല്ലെങ്കിൽ ആന്തര സഹകോണുകൾ എന്ന് പറയുന്നത് വരുന്നത്. രണ്ട് വരകൾക്കിടയില് ഒരു വരയുടെ അതേ ഭാഗത്ത് വരുന്നത്. ഓക്കെ, അതായത് ഇതിപ്പം 70 ഡിഗ്രി ആയിരിക്കും, ഇത് 110 ആയതുകൊണ്ട് നമുക്കറിയാം. ഇത് 70 ആവുമ്പോൾ നമുക്ക് ഇത് കിട്ടും, കൂളായിട്ട് കിട്ടും 110 ഡിഗ്രി. 70, 110, 180. അപ്പോൾ ഇതിന്റെ പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇതിന്റെ പ്രത്യേകത പഠിച്ചു കഴിഞ്ഞു. രണ്ടും കൂട്ടുമ്പോഴാണ് 150 കിട്ടുക. സം ഓഫ് ആംഗിൾസ് ആണ് നമുക്ക് എത്ര കിട്ടുക? 180 എന്ന് പറയുന്നത് കിട്ടുക. ബാക്കിയുള്ള സ്ഥലത്ത് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ആണ്. 3 തരത്തിലാണ് ആംഗിൾ വരിക. ഇത് പൊസിഷൻ മാത്രം നോക്കിയിട്ട് വരുന്നതാണ്. ഇവിടെ 4 പെയർ ഉണ്ടാവും. ഇവിടെ ഞാനിപ്പം പറഞ്ഞത് ഈ രണ്ട് ലൈനിന് ഇടയിലുള്ള ഇന്റീരിയർ ആംഗിൾ ആണ് ഞാനിവിടെ ഈ എന്ത് പറയാ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് ഞാനിവിടെ പറഞ്ഞത്, അകത്ത് വരുന്നത്. ഇനി പുറത്ത് വരുന്നതും നമുക്ക് അതേമാതിരി പറയാൻ പറ്റും. ഇതിനെ പുറത്താണ്, അതേപോലെ അതിന് തുല്യമായിരിക്കും ഇത് വരിക. ഓക്കെ, അതേപോലെ ഇത് പുറത്താണ്, അതേപോലെ ആയിരിക്കും ഇതും വരിക. അപ്പൊ ഒന്നിന്റെ മേലെ മറ്റേതിന്റെ താഴെ, ഈ വരയുടെ ഇപ്പുറം ഈ വരയുടെ ഇപ്പുറം, നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ആംഗിൾസ് ആണ് ഓൾട്ടർനേറ്റ് ആംഗിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രധാനപ്പെട്ടിട്ട് ഈ പുറമേത്തുള്ളത് നമുക്ക് പിന്നെ പഠിക്കാം, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ അകത്തുള്ളതിന്റെ കറക്റ്റ് കാര്യം പഠിക്കുക. ഈ മോഡല് അക്ഷരം വെച്ചിട്ട് ഉള്ളിലെത്തത് പഠിക്കുക, ഓൾട്ടർനേറ്റ് ആംഗിൾ. ഓക്കെ, എല്ലാം കൂടി ആകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. പിന്നെ അടുത്തതുപോലെ അതേപോലെ ഇവിടെയും ഇതും കൂട്ടിയാലാണ് 180. അതേപോലെ ഈ പുറത്തതും കൂട്ടിയാലും 180 കിട്ടും, ഈ ഔട്ടർ ആംഗിൾ. അപ്പൊ അതിനെ കോ ഇന്റീരിയർ എന്ന് പറയുന്നതിന് പകരം നമ്മൾ അതിനെ ഇവിടെ എന്താ പറയാ ഔട്ടർ ആംഗിൾസ് എന്ന് ഇവിടെ പറയും. ഓക്കെ, അതേപോലെ ഇതും കൂട്ടിയാലും നമുക്ക് 180 കിട്ടും. അപ്പൊ ഉള്ളിലുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ നമുക്ക് പുറമേ ഉള്ളതും നമുക്ക് ഈ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ഇത്രയും പ്രത്യേകതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾക്കത് 7th മാത്രമല്ല 8th, 9th ഹയർ ക്ലാസ്സുകളിലൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ആ കാര്യമാണ് ഈ ആംഗിള്. ഇതുമായി ബന്ധപ്പെട്ട എക്സസൈസ് നമുക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ചിത്രത്തിലെ ഒരു സാമാന്തരീകം തന്നിട്ടുണ്ട്. ആ സാമാന്തരീകത്തിന്റെ ഈ സൈഡ് 5 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 2 വശങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ആംഗിൾ ബിറ്റ്വീൻ ഈ രണ്ട് സൈഡും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി, കോൺ 60 ഡിഗ്രി തന്നെ ഈ സാമാന്തരികം നമ്മൾ വരക്കണം. ഇത് സാമാന്തരികമാണ്, പാരലോഗ്രാം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇതെങ്ങനെ വരക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ധൈര്യത്തിൽ വരക്കാൻ പറ്റും. 5 സെന്റിമീറ്റർ നമുക്ക് വരക്കാൻ പറ്റും. സ്കെയിൽ എടുക്കുക, നിങ്ങൾ 5 സെന്റിമീറ്റർ വരക്കുക. സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ വരക്കിച്ചു തരാം. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്കെയിൽ എടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ 5 സെന്റിമീറ്റർ ദൂരത്തിൽ ഒരു വര വരക്കുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലുതായിട്ട് ഞാനിവിടെ വരച്ചത്. അതിനുശേഷം നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട്? 60 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രൊട്രാക്ടർ. ആ പ്രൊട്രാക്ടർ നമ്മൾ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി, ഈ നീല കളർ കാണുന്നത്. ആ പ്രൊട്രാക്ടർ എവിടെ വെക്കുക? ഇതിന്റെ ഈ വരയുടെ എൻഡിൽ വെച്ച മാതിരി ഇവിടെ വെക്കുക. അതിന്റെ സെന്റർ, പ്രൊട്രാക്ടറിന്റെ സെന്റർ ഇതിന് ഈ ലൈനിന്റെ മേലെ വരുന്ന രീതിയിൽ വെച്ച് 60 ഇവിടെയും കാണാം, ഇവിടെയും കാണാം. ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുമ്പം ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ ഒരു 60 കാണുന്നുണ്ട്, ഇവിടെ ഒരു 60 കാണുന്നുണ്ട്.
അപ്പൊ പ്രൊട്രാക്ടറിൽ ഏത് 60 എടുക്കും എന്നുള്ളതാണ് ഓർമ്മിക്കേണ്ടത്. ഇതാണ് എടുക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? വര ഇങ്ങനെയാണ് വരിക. അപ്പൊ 90-ൽ കുറവുള്ള ആംഗിൾ കിട്ടും. ഇനി ഇതാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ എന്താണ് സംഭവിക്കുക? ആ 60-ന്റെ പോയിന്റിലാണ്, ഈ 60-ന്റെ പോയിന്റ് എടുക്കുന്നെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു ആംഗിളാണ് കിട്ടുക. നോക്കിയാൽ അത് 90-ൽ കൂടുതൽ കിട്ടും. അപ്പൊ 60 എന്ന് പറയുമ്പോൾ 90-ൽ കുറവായത് കൊണ്ട് നമുക്ക് ഏതാണ് എടുക്കേണ്ടി വരിക? ഈ പോയിന്റ് ആണ് എടുക്കേണ്ടി വരിക. അപ്പൊ 90 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് 90 എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയുന്ന കുട്ടിക്ക് നമ്മൾക്ക് ഏത് ആംഗിൾ ചോദിച്ചാലും അതിനനുസരിച്ചുള്ള പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അതേപോലെ 60 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 60 ഉണ്ട്. ആ 60-ൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രൊട്രാക്ടറിന്റെ മേലെ ഒരു ഡോട്ട് ഇടുക, 60-ന്റെ മേലെ. ഓക്കെ, അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ പോയിന്റും ഈ അറ്റത്തുള്ള പോയിന്റും ഇതും തമ്മിൽ നീട്ടി വരക്കുക. നീട്ടി വരക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ ചില കുട്ടികൾ ഈ പോയിന്റിന് ഈ പോയിന്റിലേക്ക് മാത്രം വരക്കും. അത് ശരിയല്ല, അത് കുറച്ച് വലുതാക്കിയിട്ട് വരക്കുക. ഓക്കെ, ഇതിന്റെ നീളം നമുക്ക് കൃത്യമായി ഇതിപ്പോ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ വരച്ചത്. വരച്ചതിന് ശേഷം ഇതിൽ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 3 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ആ 3 സെന്റിമീറ്ററിന്റെ നമുക്ക് അടയാളപ്പെടുത്താം. സ്കെയിലില് 3 സെന്റിമീറ്റർ എടുക്കുക. സ്കെയിൽ എടുത്തോ, സ്കെയിൽ എടുത്തിട്ട് 3 സെന്റിമീറ്റർ നമ്മൾ നോക്കി. ഓക്കെ, ആ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇവിടെ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. അപ്പൊ ഇവിടെയാണ് യോജിപ്പിച്ചതെങ്കിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് മുകളിൽ നമ്മൾ നീട്ടി വരച്ചത്. ഇനി നോക്കുക, നിങ്ങൾക്ക് ഇനി ഈ ലൈൻ വരക്കണം, ഈ ലൈൻ വരക്കണം. അപ്പൊ അത് എങ്ങനെ വരക്കും, എത്ര ഡിഗ്രി എടുക്കും എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടുന്ന് ഇവിടത്തേക്ക് 5 സെന്റിമീറ്റർ ആണ്, ഇവിടുന്ന് ഇവിടത്തേക്ക് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് 5 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 3 ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് 2 തരത്തിൽ വരക്കാം. ആദ്യം നമ്മൾക്ക് ഒരു തരം എന്ന് പറയുന്നത് നമ്മളുടെ കോമ്പസ് എടുത്തിട്ട് നമുക്ക് വരക്കാം. എങ്ങനെയാണ് കോമ്പസ് എടുത്ത് വരക്കുക? അതായത് ഈ നീളവും ഈക്വൽ ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ 5 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുക്കുക. 5 സെന്റിമീറ്റർ കോമ്പസിൽ എങ്ങനെയാണ് 5 സെന്റിമീറ്റർ എടുക്കുക? പെൻസിലിന് കുത്തിയിട്ടുണ്ടാവും. അപ്പൊ സ്കെയിൽ എടുത്തിട്ട് ഇതില് 5 സെന്റിമീറ്റർ പെൻസിൽ ഇവിടെ 0-ൽ വെച്ച്, ഒരറ്റം 0-ൽ ഇരുമ്പിന്റെ മുന വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് 5 സെന്റിമീറ്റർ എടുക്കുക. അങ്ങനെ 5 സെന്റിമീറ്റർ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ അത് ഇവിടെ ഇങ്ങനെ നോക്കിക്കോളൂ. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എടുത്താലും മതി. 5 എടുക്കുന്നതിന് പകരം ഈ ദൂരം എടുത്താലും മതി. ഈ ദൂരം എടുത്തിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ഒരു ആർക്ക് ഇങ്ങനെ വരക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ? ഈ നീളാണ് അപ്പുറത്ത് വരുന്നത് അല്ലെ, ഇത് 3 ആണ്. അപ്പൊ ഇവിടെയും വേണ്ടത് 3 ആണ്. അപ്പൊ നമ്മൾ കോമ്പസ് എടുക്കുക. കോമ്പസിൽ എത്ര എടുക്കുക? 3 എടുക്കുക. ഇവിടെ 3 ഉണ്ടായതുകൊണ്ട് സ്കെയിൽ എടുത്തിട്ട് എടുക്കേണ്ട നിർബന്ധമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് 3 കിട്ടി. ഇവിടുന്ന് 3 കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ 3-ൽ ഇവിടെ കുത്തിയിട്ട്, കോമ്പസ് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക? ആ 3-ൽ നമ്മൾ വരക്കുക. ഓക്കെ, രണ്ടും കൂടെ ഒരു സ്ഥലത്ത് ക്രോസ് ചെയ്തു. ആ ക്രോസ് ചെയ്ത പോയിന്റിൽ നിന്ന് കഴിഞ്ഞു. ആ ക്രോസ് ചെയ്ത പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാം? ഇതും കൂടെ നമ്മൾ വെച്ചിട്ട്, ഇതും കൂടെ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക. അത് നീട്ടി വരക്കുക. ഓക്കെ, അത് നീട്ടി വരക്കുക. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? ആ പോയിന്റും ഇതും കൂടെ നമ്മൾ വരച്ച് കഴിഞ്ഞാല് ഓക്കെ, ഈ പോയിന്റും വരുന്ന രൂപം ഇത് 60 ഡിഗ്രിയാണ്. നമുക്ക് ചോദിച്ച് തന്നതാണ്. ഇത് 5 സെന്റിമീറ്റർ വരച്ചതാണ്. ഇത് ആംഗിൾ എടുത്തിട്ട്, കോൺ എടുത്തിട്ട് അതിൽ 3 അടയാളപ്പെടുത്തിയതാണ്. പിന്നെ ഈ നീളം നമ്മൾ എങ്ങനെ ആർക്ക് വരച്ചത്? ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം വെച്ചിട്ട് ഇവിടെ വരച്ചു. ഈ ദൂരം എടുത്തിട്ട് ഇവിടുന്നും വരച്ചു. അത് രണ്ടും കൂടെ ക്രോസ് ചെയ്തു. അപ്പോഴ് ഈ ആർക്ക് എടുത്ത് വരക്കുമ്പോൾ പോകുന്ന പോയിന്റിലെല്ലാം 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്കും 3 കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. അത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഇത് 5 ആയിരിക്കും, ഇത് 5 ആയിരിക്കും. 3 ആകുമ്പോൾ ഇത് 3 ആയിരിക്കും. പേര് കൊടുക്കുന്നുണ്ടെങ്കിൽ ബി, ഈ പോയിന്റിൽ സി എന്ന് കൊടുക്കുക, ഈ പോയിന്റിൽ ഡി. വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അധികം ഉള്ളത് വേണമെങ്കിൽ മായ്ച്ചിട്ട് കളയുക. നിർബന്ധമൊന്നുമില്ല. വരക്കാൻ പറയുമ്പോൾ മായ്ച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ ആൻസർ നമുക്ക് ആയിക്കഴിഞ്ഞു. ഇത് നമ്മൾ വരക്കുന്നത് ഒരു തരം.
ഓക്കെ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, രണ്ടാമത്തെ തരം എന്താന്ന് വിചാരിച്ചാല് ഇത് നമ്മൾ വരച്ച റഫായിട്ട് വരച്ച ചിത്രമാണ് ഇതല്ലേ. 60 നമ്മളുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള ചിത്രമാണ് ഇത്. അപ്പൊ നമ്മൾ ഇത് വരച്ച ചിത്രമാണ്. നോക്കൂ കുട്ടികളെ, ഇത് 60 ഡിഗ്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ആംഗിള് 120 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ട്? ഈ ഷേപ്പിൽ വരുന്നുണ്ട്, സിയുടെ ഷേപ്പിൽ വന്നു. അപ്പൊ ഇത് 60 ആയതുകൊണ്ട് 120 ആയിരിക്കും. നോക്കൂ, ഇത് 60 ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതും 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതും 120 ഡിഗ്രി ആയിരിക്കും, ഇതും 120 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വരക്കാം? ഞാനൊന്ന് വരച്ചു തരാം. റഫായിട്ട് വരക്കുമ്പോൾ ആദ്യം നിങ്ങൾ 5 സെന്റിമീറ്ററിൽ നിങ്ങൾ വരക്കുക. അതിനുശേഷം ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ 60 ഡിഗ്രിയിൽ നിങ്ങൾ ഒന്ന് വരക്കുക. ഓക്കെ, ഇത് രണ്ടും ഒരേപോലെ, ഇത്ര പേരെ ഒരേപോലെ. ഇനി ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക, ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് എത്ര എടുക്കുക? 120 ഡിഗ്രി എടുക്കുക. അപ്പൊ ഇവിടെ ഒരു 120 120 കാണാം, ഇവിടെ ഒരു 120 കാണാം. അത് ഏതെടുക്കും? ഇതെടുക്കൂലല്ലോ. ഇതെടുത്തു കഴിഞ്ഞാൽ 90 കുറവല്ലേ വരല്? 90 നേരെ കുത്തനെയല്ലേ, അപ്പൊ അതിൽ കുറവ് വരും, അതെടുക്കില്ല. അപ്പൊ ഏതാ എടുക്കുക? ഇപ്പറുള്ള 120 എടുക്കും. ആ 120 വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് സ്കെയിൽ കൊണ്ട് നീട്ടി വരക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ? ഇതിൽ നിങ്ങൾക്ക് എത്രയാണെന്നറിയാം? 3 സെന്റിമീറ്റർ ആണ്. ഇത് 3 സെന്റിമീറ്ററിലേ ഉള്ളത്. ഈ വരച്ച വരയില് സ്കെയിലിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 3 സെന്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തുക, 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഓക്കെ, അതുമാതിരി ഈ വരച്ച വരിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിൽ 3 സെന്റിമീറ്റർ ഇവിടെയും അടയാളപ്പെടുത്തുക. ഓക്കെ, ഇവിടെയും 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക, ഇവിടെയും 3 സെന്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ചിട്ട് ഈ 2 അളവുകൾ തമ്മിലും എന്ത് ചെയ്യുന്നു? നമ്മൾ നീട്ടി വരക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതേമാതിരിയുള്ള ഒരു ഷേപ്പ് കിട്ടുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വരക്കാം. ഒന്നിക്കൽ ഈ രീതി എടുക്കാം, അല്ലെങ്കിൽ ഈ രീതി എടുക്കാം. ഈ രീതി എടുക്കുമ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് 120 വേണം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, കൂടാതെ ഓപ്പോസിറ്റ് സൈഡ്സ് എല്ലാം ഈക്വൽ ആണെന്നില്ല, എതിർവശങ്ങളെല്ലാം തുല്യമാണെന്ന് കൂടി ഈ വരക്കുന്ന ചോദ്യത്തിൽ അറിഞ്ഞിരിക്കണം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫിഗർ നിങ്ങൾ നോക്കുക, ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഈ സൈഡും പാരലാണ്, ഈ വശവും സമാന്തരമാണ്. ഈ സൈഡും പാരലൽ സമാന്തരമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ടുള്ള എതിർവശങ്ങൾ സമാന്തരമായിട്ടുള്ള രൂപമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇത് 80 ഡിഗ്രി തന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ മറ്റാംഗിള് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ചിത്രം കാണുമ്പോൾ നമ്മൾ പഠിച്ചതല്ലേ, ഏത് മോഡലാണ്? നമ്മൾ പഠിച്ചത് ഈ മോഡലിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോഴുള്ള ആംഗിളിന്റെ പ്രത്യേകത നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനെ വേണം ഇങ്ങോട്ട് താഴോട്ട് നീട്ടാം, ഇതിനെ ഇങ്ങോട്ട് നീട്ടാം, ഇതിനെ ഇങ്ങോട്ട് നീട്ടാം, ഇതിനെ ഇങ്ങോട്ട് നീട്ടി കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ഇപ്പൊ നമ്മൾ പഠിച്ച 3 ആംഗിളിന്റെ പ്രത്യേകതയുണ്ട്. ഇത് 80 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾക്ക് കിട്ടും ഈ ആംഗിള് നമുക്കറിയാം 100 ഡിഗ്രിയാണ് വരിക. എന്താ കാരണം? ഈ ലൈനിന്റെ ഒരേ ഭാഗത്ത് ഈ 2 വരകളുടെ ഇടയിൽ വരുന്നതാണ്. അപ്പൊ കോ ഇന്റീരിയർ ആംഗിള് ആന്തര സഹകോണാണ്. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇത് നമുക്ക് 100 ഡിഗ്രി കിട്ടും. ഇനി നോക്കൂ, ഈ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോക്കിയാൽ ഈ വര താഴോട്ട് നീട്ടുക, ഈ വര ഇങ്ങോട്ട് നീട്ടുക. അങ്ങനെ വരുമ്പോ കണ്ടോ, ഈ വരയും പാരലാണ്, സമാന്തരമാണ്. പിന്നെ ഈ വരയുടെ ഒരേ ഭാഗത്താണ് ഇതും വരിക. അപ്പോഴങ്ങനെയാണെങ്കിൽ ഇതും ഈ ആംഗിൾ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. അത് ശ്രദ്ധിക്കണേ, സി എന്ന് പറയുന്ന ഷേപ്പിൽ വരുന്ന കോണാണ്. അപ്പൊ 80 ആകുമ്പം ഇത് നമുക്ക് കിട്ടും 100 ഡിഗ്രി കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ ആംഗിൾ നമുക്ക് കിട്ടും. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇതും 80 ആയിരിക്കും. കാരണം അതും ഈ സിയുടെ മോഡൽ വന്നു. അപ്പൊ ഈ രൂപത്തിന് പറയുന്ന പേരാണ് പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരീകം. പാരലലോഗ്രാം വിത്ത് പാരലൽ സൈഡ്സ്, ഓപ്പോസിറ്റ് പാരലൽ സൈഡ്സ് ആയിട്ട് എതിർവശങ്ങൾ സമാന്തരമായിട്ട് വരുന്നത് മലയാളത്തിൽ പറയാ സാമാന്തരീകം. സാമാന്തരീകം എന്നാണ് ഈ രൂപത്തിന് പേര് പറയാ. ഇതേമാതിരി ഉള്ളത്, അതിന് ഞാൻ സൈഡ് വലിച്ചു നീട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പ്രത്യേകത നിങ്ങൾ ഓർത്തു നോക്കുക. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റും സാമാന്തരീകത്തില് പാരലോഗ്രാഫത്തില് 80 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ആ പ്രത്യേകത ഒന്ന് ഓർമ്മിച്ചു വെക്കണം നിങ്ങൾ. ഓപ്പോസിറ്റ് ആംഗിൾസ്
എതിർ കോണുകള് തുല്യം, എതിരായിട്ട് വരുന്ന കോണുകൾ ഇതിൽ വരുന്നത് ഈക്വൽ ആണ് വരിക. ഓക്കെ ഓക്കെ, എതിർ ശീർഷത്തിൽ വരുന്ന കോണുകൾ, ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ വരുന്ന ആംഗിൾസില് അതെന്തായിരിക്കും? തുല്യമായിരിക്കും. കോണുകൾ തുല്യമായിട്ട് വരും. ഇതും 100 ഡിഗ്രി, ഇതും 100 ഡിഗ്രി. ഈ പ്രത്യേകത കൂടി അറിഞ്ഞു വെക്കണം. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ നമ്മൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സസൈസ് പ്രോബ്ലംസ് ആണ്. അത് പേജ് 17ലേക്ക് നമുക്ക് പോകാം. ചോദ്യം നോക്കുക. 2 സമാന്തര വരകള്, അതിനിടയിൽ ഇങ്ങനെ ഒരു കോണുണ്ട്. ആ കോണുകള് ഈ അളവ് എത്ര എന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾക്ക് തന്നിരിക്കുന്നത് ഈ വരയായിട്ട് ഈ വര 40 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്, ഈ വരയുമായിട്ട് ഈ വര 50 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ എങ്ങനെയാണ് പഠിച്ചത്? 2 സമാന്തര വരകളെ, 2 പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത്? കറസ്പോണ്ടിങ് ആംഗിള്, അതേപോലെ ഓൾട്ടർനേറ്റിംഗ് ആംഗിള്, ഇന്റീരിയർ ആംഗിള്, അല്ലെ, സമാന കോണുകള്, മറുകോണുകള്, സഹകോണുകള്, ഇതൊക്കെ ഉണ്ടാവുന്നത് എപ്പോഴാണ്? 2 വരകളെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോഴാണ്. ഇവിടെ ഒരു വര കട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്തായി? നോക്കൂ കുട്ടികളെ, ആ വര വരക്കുന്നത് ഒന്ന് നിങ്ങൾ എല്ലാവരും ഓർമ്മിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണിത്. സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കും സ്കൂളിലെ പരീക്ഷയ്ക്കും എല്ലാം വരുന്ന ചോദ്യമാണിത്. അതുകൊണ്ട് ഈ വര വരക്കാൻ നിങ്ങൾക്ക് തോന്നിയാല് ഈ പ്രോബ്ലം തീർന്നു. എന്തുകൊണ്ട്? ഈ വര വരക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കിയാൽ, ഈ വര വരച്ചാല് ഇതാ ഇങ്ങനെയുള്ള ഒരു സംഭവം അവിടെ കാണാം. ഇത് 40 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെഴുതാം? സെഡിന്റെ ഷേപ്പില് ഇത് 40 ഡിഗ്രി ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിള്, മറുകോൺ, ഓക്കെ, ഇപ്പുറത്തായിരിക്കും. അതേപോലെ ഇപ്പുറം നമ്മൾ താഴത്തെ ഒരു വര വരച്ചിട്ട് ആ താഴത്തെ വരയില് ഇവിടെ 50 ഡിഗ്രി ഉണ്ടായത് കൊണ്ട് നമുക്ക് ആരെ എഴുതാം? ഇപ്പുറത്തെ കോണിന് എഴുതാം. 50 ആകുമ്പോൾ ഇപ്പുറത്തെ എത്ര കിട്ടും? 50 എന്ന് കിട്ടും. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ആംഗിൾ ആയി. ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഒന്നാമത് ഇതിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഈ 2 വരകൾക്കിടയിൽ കൂടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഒരു വര വരക്കണം. ഒരു വര നമ്മൾ ഒരു ലൈൻ വരക്കണം. ഒരു വര വരക്കുന്നു. ഡ്രോ എ ലൈൻ. എവിടെയാണ് ഡ്രോ എ ലൈൻ? ബിറ്റ്വീൻ 2 ലൈൻസ്. ഓക്കെ, ഡ്രോ എ ലൈൻ. ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ എല്ലാവരും ഓർമ്മിച്ചു വെക്കണം. അങ്ങനെ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്തെഴുതാൻ പറ്റും? ഈ ആംഗിള് നമുക്ക് എത്ര എഴുതാം? 40 ഡിഗ്രി. എന്താ കാരണം വരിക? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് സ്കൂളിലത്തെ മാതിരി പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇതിന്റെ പേര് എ എന്നെടുക്കുക, ഈ ആംഗിളിന്റെ പേര് ബി എന്നെടുക്കുക. ഓക്കെ, എ എന്നില്ലേ നമുക്ക് എത്ര എഴുതാം? എ ഈക്വൽ ടു എത്ര എഴുതാം? 40 ഡിഗ്രി. എന്താണ് അതിന്റെ കാരണം? നിങ്ങൾ എഴുതല് ഓൾട്ടർനേറ്റ് ആംഗിൾ. ഓൾട്ടർനേറ്റ് ആംഗിൾ മലയാളത്തില് മറുകോൺ. ഓക്കെ, മറുകോൺ അതെഴുതി. ഈ 2 വരകളുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ അതിനെ ഒരു ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്, മുറിക്കുന്നുണ്ട്. അപ്പോൾ Z എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. Z എന്ന് പറയുന്ന ഈ ഷേപ്പിലേക്ക് വന്നു. അപ്പൊ ഇത് 50 ആയതുകൊണ്ട് ഇത് 50. അപ്പൊ ഇത് 50 ആയതുകൊണ്ട് ഈ B എന്ന് പറയുന്ന നമുക്ക് എത്ര കിട്ടും? 50 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ കിട്ടും. അതിന്റെ കാരണം നേരത്തെ മുകളിൽ നമ്മൾ എഴുതിയ എന്താണ്? അതേ കാരണം, മറുകോൺ ഓൾട്ടർനേറ്റ് ആംഗിൾ. ഓക്കെ, അപ്പൊ Z എന്ന് തിരിച്ചെഴുതിയത് അതേപോലെ Z എന്ന് എഴുതിയ രീതിയിലുള്ള 2 കോണുകളാണ് ഇത് വരുന്നത്. അപ്പൊ ഇനി നമ്മൾ വേണ്ടത് ടോട്ടൽ ഇത് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ എത്ര വരും? നമ്മളുടെ റിക്വയർഡ് ആംഗിൾ നമ്മൾ എത്ര വരും? A പ്ലസ് B എന്ന് പറയുന്ന 2 കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ ആൻസർ 40 കൂട്ടണം 50 നമുക്ക് കിട്ടും 90. അപ്പൊ മെഷർമെന്റ് ഡിഗ്രി ഇട്ട് കൊടുത്താൽ മതി. അതായത് കോൺ, നമുക്ക് ആവശ്യമുള്ള കോൺ, അതായത് ടെക്സ്റ്റിൽ 2 പച്ചവരകൾക്കിടയിലുള്ള കോൺ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 40, 50, 90. അപ്പൊ ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 വരയാണ് നമുക്ക് സമാന്തര വരയാണ്, ലൈനാണ് തരിക. അപ്പോൾ ഈ നടുവിൽ ഒരു വര വരക്കാൻ നമുക്ക് അറിയണം. അതാണ് ഈ പ്രധാനപ്പെട്ട ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇതൊരു ചിത്രം വരക്കലാണ്. ചിത്രത്തിന്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഇവിടത്തേക്ക് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു ആംഗിൾ 40 ഡിഗ്രി തന്നിന്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത, ഈ വരയും സമാന്തരാണ്.
ഈ ലൈനും ഇതും പാരലൽ ലൈൻസ് ആണ്. അതേപോലെ ഈ ലൈനും ഇപ്പുറത്തെ ഈ ലൈനും പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ രണ്ട് പാരലലിന്റെ പേഴ്സ് ആയിട്ടുള്ള ലൈൻസ് വേണം. സമാന്തര വരകൾ 2 ജോഡി വേണം. കൂടാതെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം 2 സെന്റിമീറ്ററും ആയിരിക്കണം. ഈ പ്രത്യേകത വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രോബ്ലം ചിത്രം വരക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, ഇത് നമുക്ക് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ആ 2 സെന്റിമീറ്ററിന് ഞാനൊന്ന് ആദ്യം വരക്കാം. ഓക്കെ, 2 സെന്റിമീറ്ററിന് വരച്ചു. ഇത് 2 സെന്റിമീറ്റർ വരച്ചു. ഓക്കെ, ഇവിടെ ഞാൻ 2 സെന്റിമീറ്റർ എഴുതാം. ഇനി അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഒരു ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ലൈനിനെ ഞാൻ വരച്ചു. ആ വരച്ചിട്ട് ശ്രദ്ധിക്കൂട്ടണേ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ലൈനില് 40 ഡിഗ്രി ഇങ്ങോട്ട് ഉണ്ടാക്കണം. അതിനെന്താണ് നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുന്നു. പ്രൊട്രാക്ടർ എടുത്തിട്ട് നമ്മൾ പ്രൊട്രാക്ടറിന്റെ എൻഡ്, പ്രൊട്രാക്ടറിന്റെ അറ്റം ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊട്രാക്ടറിന്റെ അറ്റം നമ്മുടെ വെച്ച് ഈ ലൈനിൽ പ്രൊട്രാക്ടറിന്റെ ലൈനും വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ എത്ര 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 10, 20, 30, 40 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയുണ്ട്. ആ പോയിന്റിൽ വരയിടുന്ന ഒരു കുത്തിടുന്ന. ഇനി ഈ കുത്തും ഇതും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഞാൻ ഇതിനെ കൊണ്ട് വരക്കാം. ഇതിനെ കൊണ്ട് വരക്കുമ്പം ഇവിടെയും പോയിന്റ് ഇട്ട്, ഇപ്പം നമ്മൾ ഇട്ട പോയിന്റും എടുത്ത് കഴിഞ്ഞാൽ നോക്കൂ കുട്ടികളെ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ഞാൻ നീട്ടി വരച്ചു. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്, 40 ഡിഗ്രി. ഓക്കെ, ശ്രദ്ധിക്കണേ, ഈ വര വരച്ചിട്ട് അതിപ്പോ ആദ്യം 2 വരക്കേണ്ട ആവശ്യമില്ല. ഈ വര വരച്ചിട്ട് 40 ഡിഗ്രി എടുത്തതിന് ശേഷം നിങ്ങൾ 2 സെന്റിമീറ്റർ ഇങ്ങോട്ട് എടുത്താലും മതി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇനി എന്താണെന്ന് അറിയോ പ്രത്യേകത, ശ്രദ്ധിക്ക്. ഈ ലൈനിന് പാരലായിട്ട് ഈ വരക്ക് സമാന്തരമായിട്ട് ഇതിലേക്കൂടെ ഒരു ലൈൻ പോകണം, ഇതിലേക്കൂടെ ഒരു ലൈൻ. അപ്പൊ ഇതിന്റെ മുകൾ ഭാഗം എവിടെയാണ് എന്ന് നമുക്കറിയില്ല, അത് ഇതിലേക്കൂടെ തന്നെ പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വര, ഈ വരക്ക് ഇവിടെ ഒരു കുത്തുണ്ട്, ഇതിലേക്കൂടെ പാരലായിട്ട് ഈ ലൈൻ, ഈ പോയിന്റിലേക്കൂടെ പാരലായിട്ട് എങ്ങനെ വരക്കാൻ പറ്റും, ഈ വരക്ക് സമാന്തരമായിട്ട് എങ്ങനെ വരക്കാൻ പറ്റും എന്ന് അറിയണമെങ്കിൽ ശ്രദ്ധിക്കുക കുട്ടികളെ. ഇവിടെ ചെയ്യേണ്ടത് ഈ സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ ലൈൻ ഇതിന് കണക്കായിട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോയിന്റ് ഇതിന്റെ ഇടയിലായിരിക്കണം വരേണ്ടത്. നമ്മൾ വെച്ച സെറ്റ് സ്ക്വയറിന്റെ ഇടയിലായിരിക്കണം. അതിനുശേഷം ഇപ്പുറത്തെ സെറ്റ് സ്ക്വയറിന്റെ ഭാഗം ശ്രദ്ധിക്കൂ, ഈ സ്കെയിലിന് മുട്ടിച്ചു വെക്കുക. എന്നിട്ട് ഈ സെറ്റ് സ്ക്വയർ അങ്ങ് ഉയർത്തിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ കണ്ടില്ലേ, ഈ പോയിന്റ് അതിലേക്ക് കൂടെ പോകും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ആ പോയിന്റിലേക്ക് കൂടെ ഒരു വര വരക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ വരക്ക് സമാന്തരമായിട്ടാണ്, ഈ ലൈനിന് സമാന്തരമായിട്ടാണ് ഈ വര ഉണ്ടാവുക. അപ്പൊ അതേ ഐഡിയയില് ഈ വരക്ക് സമാന്തരമായിട്ട് ഇതിലേക്കൂടെ ഒരു ലൈൻ പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, അപ്പൊ ഇങ്ങനെ ഇതിന് കണക്കായിട്ടാണ് സെറ്റ് സ്ക്വയർ വെക്കേണ്ടത്. അപ്പൊ ഈ വര നമ്മുടെ സെറ്റ് സ്ക്വയറിന്റെ അകത്താവിയും വേണം. അപ്പൊ കുറച്ച് ഇങ്ങോട്ട് കടത്തി വെച്ചാൽ മതി. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, കുറച്ച് ഇങ്ങോട്ട് കടത്തി വെക്കുക. കടത്തി വെച്ചിട്ട് സെറ്റ് സ്ക്വയറിന് സൈഡില് സ്കെയില് വെക്കുക. സ്കെയില് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കെയില് വെച്ചതിന് ശേഷം ഇതിൽ മുട്ടിച്ചു വെച്ചിട്ടാകുമ്പോൾ ഈ സെറ്റ് സ്ക്വയർ ഇങ്ങോട്ട് നീക്കുക. എവിടം വരെ നീക്കുക, ഈ പോയിന്റിന് കണക്കായിട്ട് വരുന്ന ഭാഗം വരെ നീക്കുക. നീക്കി കഴിഞ്ഞിട്ട് ഇതിലേക്കൂടെ ഒരു വര വരക്കുക. ഓക്കെ, ആ വര നമ്മൾ അങ്ങോട്ട് വരച്ചാല് ഇതിന് ടച്ച് ചെയ്യണം. അത് സിമ്പിൾ ആണ്, മുറിക്കാൻ വിഷമൊന്നുമില്ല. ഇത് കുറച്ചും കൂടെ നീട്ടിയാൽ മതിയല്ലോ. ഈ വര കുറച്ചും കൂടെ നീട്ടി വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ മുട്ടും. ഓക്കെ, അപ്പൊ ഇതേമാതിരി കിട്ടും. അപ്പൊ ഈ വരക്ക് സമാന്തരം ഇതിന് പാരലായിട്ട് ഈ ലൈൻ കിട്ടി. ഇനി എന്താ കിട്ടേണ്ട ആവശ്യം, ഇതിന് പാരലായിട്ട് ഇതിലേക്കൂടെ പോകണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇതിന് പാരലായിട്ട് ഇതിലേക്കൂടെ പോകണമെങ്കിൽ ഈ ലൈനിന് സമാന്തരമായിട്ട് ഈ പോയിന്റിൽ കൂടി ഒരു വര വരക്കണം. അപ്പൊ എന്ത് ചെയ്യണം, വീണ്ടും ഇതെല്ലാം എടുക്കണം. ഇത് ഏതിന്, ഇതിലെ കൂടിയാണ് വരക്കേണ്ടത്. ഏതിന് പാരലായിട്ട്, ഇതിന്. അപ്പൊ അതിന് കണക്കായിട്ടാണ് എന്ത് വെക്കേണ്ടത്, സെറ്റ് സ്ക്വയർ വെക്കേണ്ടത്. അപ്പൊ ഈ പോയിന്റ് നോക്കൂ, ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ ഭാഗത്തിന്റെ ഇടയിൽ വരണം. ഇങ്ങനെ കഴിഞ്ഞു. ഇനി എന്ത് വേണം, ഈ സ്കെയില് കറക്റ്റ് ആയിട്ട് ഇവിടെ അമർത്തി വെക്കുക, മുട്ടിച്ചു വെക്കുക. ഇതിങ്ങോട്ട് നീട്ടുക. ഓക്കെ, ഇങ്ങോട്ട് നീട്ടുമ്പം നമുക്കിതാ
ഇത്ര ഈ ഞാൻ വരക്കുമ്പോ ഇപ്പൊ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഇനി അത് കുഴപ്പമില്ല, ഇത്ര പോലെ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് നീട്ടി വരക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. അതിന്റെ വരയല്ലേ നമുക്ക് അറിയേണ്ട ആവശ്യം. അത് നീട്ടി വരക്കുക. അപ്പോൾ നമ്മളുടെ ചിത്രം ആയി. നോക്കൂ, ഇങ്ങനെ ഒരു വര. ഇത് 40 ഡിഗ്രി നമ്മൾ എടുത്തത്. ഇങ്ങനെ ഇത് ഫെയ്ഡായി പോയതാണ്. അപ്പോൾ ഇങ്ങനെ വരും. നോക്കൂ, ഇത് ഇങ്ങനെ വരും. ആ മഷി ഇങ്ങനെ പടർന്നു പോയോണ്ടാണ് ഇങ്ങനെ ലൈൻ കിട്ടും. പിന്നെ ഇവിടെയും നമ്മൾ ഇതേമാതിരി വരച്ച ലൈൻ ഉണ്ട്. ഇവിടെയും 2 സെന്റിമീറ്ററിന്റെ ദൂരത്തിലുണ്ട്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇവിടെ ആവുന്ന രീതിയിലുള്ള നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇത് ഒരു വര നമ്മൾ നേരത്തെ വരച്ചില്ലേ. അപ്പൊ ഇതിന് സമാന്തരമായിട്ട് ഇത് വന്നു, ഇതിന് വന്നു, ഇത് വന്നു. ഇത് ഞാൻ ആദ്യം എടുത്തു. അപ്പൊ വരക്കേണ്ട രീതി ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ ലൈൻ വരച്ചു. രണ്ടാമത് ചെയ്തത് ഈ ലൈനിൽ എത്ര എടുത്തു? 40 ഡിഗ്രി എടുത്തു. ഓക്കെ. മൂന്നാമത് ചെയ്തത് നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുന്ന ഇങ്ങോട്ട് 2 സെന്റിമീറ്റർ എടുത്തു. നാലാമത് ചെയ്തത് എന്താ നാലാമത് ചെയ്തത്? അത് ശ്രദ്ധിക്കണം. ഈ ഇങ്ങനെ നമ്മുടെ ചിത്രം കിട്ടിയല്ലോ. ഇനി ഇതിന് പാരലായി ഈ വരക്ക് പാരലായിട്ട് സെറ്റ് സ്ക്വയർ വെച്ചു. നോക്കൂ, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് സ്കെയിലും സെറ്റ് സ്ക്വയറും ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇതിലേക്കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പാരലൽ ലൈൻ വരച്ചു. അതേപോലെ ഇപ്പുറത്തെ ലൈനും ഈ ലൈനിൽ ചെരിച്ചു വെച്ചിട്ട് ഇവിടെയും നമ്മൾ പാരലൽ ലൈൻ വരക്കുന്നു. ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷന്റെ മെത്തേഡ്. കൃത്യമായി മനസ്സിലാക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വരച്ചിട്ട് ഇത് വരക്കുക. ഇതിലേക്കൂടിയാണ് എന്ത് വേണ്ടത്? ഇതിന് പാരലായിട്ടും വരക്കേണ്ടത്. ഇതിലെ കൂടി തന്നെയാണ് ഇതിന് പാരലായിട്ടും വരക്കേണ്ടത്. കൃത്യമായിട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. ഇനി നമ്മൾ ഒരു പുതിയ ആശയത്തിലേക്ക് കടക്കുകയാണ്. നോക്കൂ, ഈ വരയും സമാന്തരമാണ്. ദീസ് 2 ലൈൻസ് ആർ പാരലൽ. പിന്നെയോ ഈ ലൈൻ ഈ 2 പാരലൽ ലൈനെയും കട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ. എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ 70 ഡിഗ്രി ഉണ്ട് വിചാരിക്കുക. അപ്പോ ഇത് എത്ര ഡിഗ്രി ഉണ്ടാവും? ഇത് ഏത് ഷേപ്പ് വന്നു? സി എന്ന് പറയുന്ന ഷേപ്പ് വന്നു. ഈ ഷേപ്പ് വന്നാൽ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ, 2 ആംഗിൾ ആണെങ്കിൽ നമ്മൾക്കറിയാം രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ ഇത് 70 ഡിഗ്രി ആയിട്ട് വരുമ്പോൾ ഇത് എത്ര വരും? 110 ഡിഗ്രി വരും. ഓക്കെ. ഡൗട്ട് ഇല്ല, നമ്മൾ നേരത്തെ ഇത് പറഞ്ഞതാണ്. ഇനി നോക്കൂ കുട്ടികളെ, ഇത് 110 നമുക്ക് കിട്ടി. അതിന് ഞാൻ കുറച്ച് സൈഡിലേക്ക് 110 എന്ന് എഴുതിയേക്കാം. 110 ഡിഗ്രി. ഇനി ഞാൻ ചെയ്ത് നോക്കിക്കോ. ഇവിടുന്ന് ഞാൻ നേരെ ഇങ്ങനെ താഴോട്ട് വരക്കുകയാണ്. ഇങ്ങനെ താഴോട്ട് വരക്കുമ്പം അത് ഏത് ഷേപ്പായി? നമ്മളെ പാരലൽ ലൈന്. ഇത് രണ്ടും പാരലൽ ലൈൻ, ഒരു ലൈൻ കട്ട് ചെയ്യുന്നു. അപ്പം ഈ മോഡലിലേക്ക് വന്നു. നമ്മുടെ സെറ്റ് എന്ന് പറഞ്ഞ റിവേഴ്സ് എടുത്ത് സെറ്റ് തിരിച്ചെഴുതിയ മാതിരി ഇത് വന്നു. അങ്ങനെ വരുമ്പോഴുള്ള പ്രത്യേകത എന്താ? ഈ ആംഗിള് എത്രയാണോ അത് തന്നെയായിരിക്കും ഇതും വരിക. അപ്പൊ ഇതാകെ എത്രയുണ്ട്? 110 നമുക്ക് കിട്ടിയതാണ്. നമുക്കൊരു അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ 110 എന്ന് പറയുന്ന ഈ ഫുൾ ആംഗിളിനെ ഞാൻ എന്ത് പറയുകയാണെന്നറിയോ? ഈ ഭാഗം ഞാൻ ഒരു 60 ആയിട്ട് എടുക്കുകയാണ്. ഇതിനെ ഞാൻ 50 ആയിട്ട് എടുക്കുകയാണ്. കറക്റ്റ് അല്ലേ? അപ്പൊ 60ഉം 50ഉം ആകുമ്പോൾ 110 ആയി. 110ഉം 70ഉം കൂട്ടിയാൽ 180 ആയി. അത് നമ്മൾക്ക് 60 എടുക്കണമെന്നില്ല, 70 എടുത്താൽ 40 ആവുന്ന മാത്രമേ ഉള്ളൂ. ഏത് സൈസ് നമുക്ക് അറിയാവുന്ന രീതിയിൽ എടുക്കുക. 110 ആവുന്ന രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുക, ഇത് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, അപ്പൊ ഇത് 50 ആവുമ്പോൾ ഇത് എത്ര വരും? 50 ഡിഗ്രി വരും. എന്തുകൊണ്ട്? ഇത് 50 ആണെങ്കിൽ ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത് 50 ആകുമ്പോൾ ഇത് 50 ആയിട്ട് വന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ പറ്റും. എന്താണ് അറിയാൻ പറ്റുന്ന കാര്യം? ഞാൻ ഇതങ്ങ് മായ്ക്കുകയാണ്. ഇത് മായ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഷേപ്പാണ് ഇവിടെ കിട്ടുന്നത്? നോക്കൂ, ഒരു ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. ആ ട്രയാങ്കിളിന്റെ ആംഗിൾ നോക്കൂ, 70, 50, 60. 70, 50, 60, 70, 50, 20. നമുക്കെല്ലാം കൂട്ടി എത്ര കിട്ടും? 180 ഡിഗ്രി എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അപ്പൊ ചിലപ്പോൾ കുട്ടികൾ വിചാരിക്കും അത് എല്ലായ്പ്പോഴും അങ്ങനെ ആവുമോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ വരച്ച വര ഇങ്ങനെ വരച്ചു. ഇത് 70ന് പകരം
ഇത് 60 എന്ന് എടുത്തു എന്ന് വിചാരിച്ചോ. 60 എടുത്താല് ഇത് ഫുൾ എത്ര ഉണ്ടാവും? 120 ഉണ്ടാവും അല്ലെ? ഇത് ഫുൾ 120 ഉണ്ടാവും. ആ 120നെ ഇത് ഞാൻ 80 എടുക്കുന്നു. ഇപ്പുറത്തെ കഷ്ണം 80 എടുക്കുന്നു. അപ്പൊ ഇപ്പുറത്തെ കഷ്ണം എത്ര ഉണ്ടാവും? 40 ഉണ്ടാവും. 40ഉം 80ഉം കൂട്ടിയ 120. കറക്റ്റ് ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത് 80 ആവുമ്പം ഇതെത്ര വരും? ഇത് ഇപ്പുറത്തെ ഭാഗം സെഡ് മാതിരി വരുമ്പം ഇത് 80 ആവുമ്പോ ഇതെത്ര വരും? 80. അപ്പോ നോക്കിക്കോളൂ, ഈ ട്രയാങ്കിളിന്റെ 3 കോണും കൂട്ടി നോക്കിയാൽ ത്രികോണത്തിന്റെ 3 കോണും 60ഉം 80ഉം 40ഉം കൂട്ടിയാൽ അതും എത്ര കിട്ടും? 60ഉം 80ഉം 140ഉം 40ഉം 180 കിട്ടും. അപ്പൊ ഏത് തരത്തിലുള്ള ആംഗിൾ വന്നു കഴിഞ്ഞാലും ആ ത്രികോണത്തിന്റെ അകത്താണെങ്കിൽ 3ഉം കൂട്ടിയ 180 കിട്ടും. അപ്പൊ ഇതിന് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയി പറയാം, സം ഓഫ് 3 ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ തുക 180 ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിൾ വരച്ചിട്ട് ഇത് തരികയാണ് 40 ഇത് തരികയാണ് ഒരു 80 അപ്പോ ഇത് എത്ര ഡിഗ്രി വരും? 80ഉം 40ഉം കൂട്ടിയ 120 ആയി. അപ്പൊ ബാക്കി എത്ര കിട്ടും? 60 എന്ന് പറയുന്നത് ഇത് കിട്ടും. അപ്പൊ ഇനി ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഇത് 60 എന്ന് തന്നാല്, 60 എന്ന് ഇതിനെ തന്നാല്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇതിന്റെ ബാക്കി അതർ 2 ആംഗിൾസിന്റെ സമ്മ് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ആംഗിൾ 60 ആണെങ്കിൽ മറ്റേ 2 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 120 കിട്ടും. 180 കിട്ടും. അതായത് 180യിൽ നിന്ന് ഒരു ആംഗിൾ സബ്ട്രാക്ട് ചെയ്താല് നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് അതർ 2 ആംഗിൾസ് കിട്ടും. അതർ 2 ആംഗിൾസ് അതും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. സിമ്പിൾ ആണ് കാര്യം. അതായത് 180ൽ നിന്ന് ഒരു കോണ് കുറച്ചാല് മറ്റ് 2 കോണുകളുടെ തുക കിട്ടും. മറ്റ് 2 കോൺ തുക കിട്ടും. അത് ഓർമ്മിച്ചു വെക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു ഇതിനെ ഞാൻ തരികയാണ് 80. അപ്പോ ഇതും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? നിങ്ങൾക്കറിയാം, 180 80 കുറച്ചാല് 180ൽ നിന്ന് 80 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 100 എന്ന് കിട്ടും. ഇതിന്റെ പേര് എ, ഇതിന്റെ പേര് ബി ആണെങ്കിൽ നമ്മൾക്ക് എഴുതാൻ പറ്റും A + B = 100 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഒരാംഗിൾ തന്നാല് മറ്റു 2 ആംഗിൾ കൂട്ടി കിട്ടുന്നത് പറയാൻ പറ്റും. മറ്റ് 2 ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. 2 ആംഗിൾ തന്നാൽ മൂന്നാമത്തെ ആംഗിളും നമുക്ക് കണ്ടുപിടിക്കുക. എല്ലാ സ്ഥലത്തും വരുന്ന ഐഡിയ എന്താ? ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിയാൽ 180 ആണെന്നുള്ള പ്രത്യേകതയാണ്. എവിടെ? സം ഓഫ് 3 ആംഗിൾസ് 180 ആണെന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. കൃത്യമായി മനസ്സിലായല്ലോ? ഓക്കെ. റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണം എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ എത്ര വരും നമുക്കറിയണം? 90 90. റൈറ്റ് ട്രയാങ്കിളിൽ 1 ആംഗിൾ 90 ആണ് വരിക. അപ്പോ ഈ 2 ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടും? 90 കിട്ടും. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? 180ൽ നിന്ന് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു ആംഗിൾ കുറച്ചാല് ബാക്കി 2 ആംഗിളുകൾ കൂട്ടിയത് നമുക്ക് കിട്ടും. ഇനി ഈ 2 ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, 2 ആംഗിളും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നും നമുക്ക് എത്ര കിട്ടും? 45 45 എന്ന് കിട്ടും. ഒരു റൈറ്റ് ട്രയാങ്കിളില് റൈറ്റ് ആംഗിൾ അല്ലാത്ത മറ്റ് ആംഗിളുകൾ 2 ആംഗിൾ ഈക്വൽ ആണ്. റൈറ്റ് ആംഗിൾ പറയേണ്ട ആവശ്യം. റൈറ്റ് ട്രയാങ്കിളിൽ 2 ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞാല്, ഒരു മട്ടത്രികോണത്തില് ശ്രദ്ധിക്കണം, 2 കോൺ തുല്യമാണെന്ന് പറഞ്ഞാല് ആ ചെറിയ കോൺ എത്രയായിരിക്കും? 45 ആയിരിക്കും. ഓക്കെ, അത് ഒരു പോയിന്റ് ആയിട്ട് ഓർമ്മിച്ചു വെക്കണം. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ്, അടുത്തത്, ഈ ഒരു റൈറ്റ് ട്രയാങ്കിളില് ഒരു ആംഗിള് 40 ആണ് എങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഒരു റൈറ്റ് ട്രയാങ്കിളിൽ, ഒരു മട്ടത്രികോണത്തില്
ഒരു ചെറിയ കോൺ 40 ഡിഗ്രി ആയാൽ മറ്റേ കോൺ എത്രയായിരിക്കും? അതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 3ഉം കൂട്ടിയാൽ 150 ആണല്ലോ, ഇത് 90 ആയി. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 90 കിട്ടിയാൽ മതിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 90ൽ നിന്ന് 40 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടും. അപ്പൊ ഇത് നമുക്ക് 50 എന്ന് കിട്ടും. 50. ഇനി അങ്ങനെ കിട്ടുന്നില്ല, അങ്ങനെ കിട്ടാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ഇത് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 90 ആണ്. 90ഉം 40ഉം കൂട്ടിയാൽ എത്ര? 90ഉം 40ഉം കൂട്ടിയാൽ നമുക്ക് 130 കിട്ടും. അപ്പൊ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് 130 കുറച്ചാലും മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 150ന്റെ എടുക്കാണ്ട് തന്നെ 90ന്റെ പ്രത്യേകത വെച്ചിട്ട് നമുക്ക് മറ്റുള്ള ഒരാളെ തന്നാൽ മറ്റുള്ള ആളെ നമുക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ എക്സസൈസിലേക്ക് പോകും. 21 21ാമത്തെ പേജിൽ ഒന്നാമത്തെ കണക്ക്, രണ്ടാമത്തെ പ്രോബ്ലം. 2 പ്രോബ്ലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരക്കേണ്ടത് ഈ സൈഡിന്റെ നീളം 5 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്, ഈ ആംഗിൾ 40 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ ഒരു ത്രികോണം നമ്മൾ ഇവിടെ വരക്കണം, ഈ ട്രയാങ്കിള് വരക്കണം. അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. നോക്കുക, നിങ്ങൾക്ക് 5 സെന്റിമീറ്റർ ആദ്യം വരക്കാൻ പറ്റും, 40 ഡിഗ്രി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഈ 60 ഡിഗ്രി എടുക്കുന്നത് എത്ര നീളത്തിലാണ് എന്നുള്ളത് ചോയ്സ് തന്നിട്ടില്ല. അതുകൊണ്ട് ഈ 60 ഡിഗ്രി ഈ വര വരച്ചിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്കറിയാം 2 ആംഗിളുടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 40ഉം 60ഉം ആവുമ്പോ 100ആയി. 40ഉം 60ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 100. അപ്പം ഇത് എത്ര കിട്ടും നമുക്ക്? 180ൽ നിന്ന് 100 കുറച്ചാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 80 ഡിഗ്രി. അപ്പൊ ഇത് 80 ഡിഗ്രി കിട്ടി. അപ്പൊ നമ്മുടെ പ്രോബ്ലം തീർന്നു. ഇത് അറിയുന്ന കുട്ടിക്ക്, ശ്രദ്ധിക്കോ കുട്ടികളെ, ഓക്കെ, ഇത് അറിയുന്ന കുട്ടിക്ക് ഈ പ്രോബ്ലം തീർന്നു. ഈ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പഠിക്കണം. അല്ലാതെ ഈ 60 ഡിഗ്രി വെച്ച് കളിച്ചാൽ പ്രോബ്ലം കിട്ടില്ല. അതെങ്ങനെയാണെന്ന് ഇനി പറയാം. ആദ്യം നിങ്ങൾ 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരക്കുക. ഓക്കെ, 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരക്കുക. നോക്കൂ, ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വലുത് വരച്ചു. ഇവിടെ 5 സെന്റിമീറ്റർ നീളത്തിലൊരു വര വരക്കുക. ഓക്കെ, അതിനുശേഷം ഇത് 40 ഡിഗ്രിയാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന ഉപകരണം പ്രൊട്രാക്ടർ ആണ്. പ്രൊട്രാക്ടർ ഇവിടെയുണ്ട്, ഇതിനകത്തുണ്ട് പ്രൊട്രാക്ടർ, കണ്ടില്ലേ? ആ പ്രൊട്രാക്ടറിന്റെ സെന്റർ ഇവിടെ വെച്ചിട്ട് പ്രൊട്രാക്ടറിന്റെ അടിയിലത്തെ ലൈനും അതേപോലെ ഈ നമ്മുടെ വരയും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് 40 ഡിഗ്രി എടുക്കുക. 40 ഇവിടെയും കാണുക, ഇവിടെയും കാണുക. അപ്പൊ റൈറ്റിലുള്ള 40, കാരണം ഇതെന്താണ്? അക്യൂട്ട് ആംഗിൾ ആണ്. മനസ്സിലായില്ലേ? ന്യൂനകോണാണ്, ചെറിയ കോണാണ്. അപ്പൊ നോക്കുക, നിങ്ങൾ 10, 20, 30, 40 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, 40 ഡിഗ്രി ഇവിടെ കണ്ടിട്ടുണ്ട്. അവിടെ ഡോട്ട് ഇടുക. അവിടെ ഡോട്ട് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക? ഈ പോയിന്റും ഇതും കൂടി നമ്മൾ നീട്ടി വരക്കുക. ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലാസ്സിലും പരീക്ഷകളിലും വരക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് കിട്ടി, ഇപ്പോൾ 40 ഡിഗ്രി കിട്ടി. ഇനി എന്താ വേണ്ടത്? ഈ സൈഡിൽ 80 ഡിഗ്രി ഉണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക. ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ശ്രദ്ധിക്കുക, ഇതിന്റെ അറ്റം കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. 80 ഡിഗ്രിയാണ്. അപ്പൊ 80 ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ 90 ഡിഗ്രിയാണ്. അപ്പൊ 90ല് ഇടത് ഭാഗത്ത് കാണുന്നത്. അപ്പൊ 90ന്റെ ഇടത് ഭാഗത്ത് കാണുന്ന 80 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത് 90, ഇവിടെ നമുക്ക് കാണാം 80 കാണാം. അപ്പൊ അവിടെ കുത്തിടുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ പോയിന്റും ഇതും കൂടെ നമ്മൾ വെച്ചിട്ട് നീട്ടി വരക്കുക. ഓക്കെ, ഈ നീട്ടി വരച്ചോ, ഇങ്ങനെ വരച്ചു. അപ്പൊ ഇത് 80 ഡിഗ്രിയാണ്. അപ്പൊ ഇതിവിടെ മുട്ടിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം? സ്കെയിൽ വീണ്ടും വെച്ചിട്ട് ഇത് നേരെ സ്കെയിൽ വെച്ച് കൊടുത്തിട്ട് അത് നമ്മൾ നീട്ടി വരക്കുക. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ പേരും കൊടുക്കാം, ABC. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ ആംഗിൾ ചെക്ക് ചെയ്ത് നോക്കാം. അത് എത്രയുണ്ടാവും? 60 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 60 എന്നുള്ളത് നമ്മൾ കണക്കിൽ വരക്കാൻ ഉപയോഗിക്കുന്നേ ഇല്ല. അപ്പോൾ നമ്മൾക്ക് എന്തായി? ട്രയാങ്കിള് ആയി. ഇത് 60 ഡിഗ്രി ആയിരിക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിൽ ഇതൊന്ന് പഠിക്കുക. 2 ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിച്ച് ഈ സൈഡിന്റെ ഇപ്പുറത്തും ആംഗിൾ വരച്ച് പോയി കൂട്ടിമുട്ടുമ്പോൾ നമ്മൾ ട്രയാങ്കിൾ ആയി. ഓക്കെ, ഈസി ആണല്ലോ. ഇനി അടുത്തത് നോക്കിക്കോളൂ. ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു ചതുരം റെക്റ്റാങ്കിൾ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 25 ഡിഗ്രി, ഇത് 40 ഡിഗ്രി, 25 ഡിഗ്രി, 45 ഡിഗ്രി. എന്നിട്ട് ഫൈൻഡ് ഓൾ ദി ആംഗിൾസ് ഓഫ് ദിസ് സ്മോൾ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ത്രികോണത്തിന്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. നോക്കൂ കുട്ടികളെ, ഇവിടെ ഇത് രണ്ടും പാരലൽ ആണ്.
പിന്നെ ഇത് നമുക്ക് കിട്ടും 90 ഡിഗ്രിയാണ് അല്ലെ. ചതുരമാവുമ്പോൾ നമുക്കറിയാം 90 ഡിഗ്രിയാണ്. അറിയാലോ നിങ്ങൾക്ക് ഒരു ചതുരം എന്ന് പറയുമ്പോൾ പ്രത്യേകത അറിയാം. 4 വെർട്ടെക്സിൽ ഉണ്ടാവുന്ന ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിരിക്കും എല്ലാം വരിക. അപ്പൊ ഇത് ഫുള്ള് നമുക്ക് എത്ര കിട്ടും? ഇത് ഫുൾ 90 ആണ്. അതില് ഇങ്ങോട്ട് നമുക്ക് തന്നിട്ടുണ്ട് 25 തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പുറത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇപ്പുറത്തെ ആംഗിൾ എത്ര കിട്ടും? 90-ൽ നിന്ന് 25 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് 65 ഡിഗ്രി കിട്ടും. ഈ ഭാഗത്തുള്ള ആംഗിള് 65 ഡിഗ്രി കിട്ടും. ഓക്കെ. പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 40 ഡിഗ്രി. ഇത് ഫുൾ 90 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചൊന്ന് അവിടെയുണ്ട്. അതിൽ നമുക്ക് ഇത് തന്നിട്ടുണ്ട് 40 ഡിഗ്രി. അപ്പൊ ഇപ്പുറത്തെ ഈ ഭാഗത്ത് എത്ര വരും? 50 ഡിഗ്രി വരും. കാരണം ഇത് ഫുൾ 90 ആണല്ലോ. 40 വെച്ച് 50. അപ്പൊ ഇപ്പുറത്തും നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നോക്കൂ, ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതാ ഇവിടെ നമ്മൾ ഇങ്ങനെ വരച്ചാല് ഇതിന്റെ പേര് എ ആന്ന് വിചാരിച്ചോ, ഇതിന്റെ പേര് ബി ആന്ന് വിചാരിക്കുക, ഇതിന്റെ പേര് സി ആന്ന് വിചാരിക്കുക. ഓക്കെ. ട്രയാങ്കിളിന്റെ 3 ആംഗിൾ എ ബി സി. അപ്പൊ എയും ബിയും സിയും എത്ര എന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ നമ്മൾക്ക് എന്ത് എഴുതാൻ പറ്റും? എയും 25 കൂട്ടിയാൽ നമുക്ക് കിട്ടും. എയും 25 കൂട്ടിയാൽ 90 ഡിഗ്രിയാണ്. അപ്പൊ എ നമുക്ക് കിട്ടും 90 മൈനസ് 25 നമുക്ക് കിട്ടും 65 ഡിഗ്രി. അപ്പൊ ഇത് കിട്ടിയത് 65 ഡിഗ്രി. ഓക്കെ. ഒന്നാമത്തത് ജയിച്ചു. എ ഈക്വൽ ടു 65 ഡിഗ്രി. ഇനി നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഫുൾ 90 ആണ്, ഇത് 40 ആണ്. അപ്പൊ ബാക്കി സീനെ കണ്ടുപിടിക്കണം. അപ്പൊ സി ഈക്വൽ ടു നമുക്ക് എഴുതാം 90 മൈനസ് 40 അല്ലെ. ഇത് 90-ൽ നിന്ന് 40 കുറച്ച ഇപ്പുറത്തെ കിട്ടി. അപ്പൊ നമുക്ക് കിട്ടും 50. അപ്പൊ സി എന്ന് പറയുന്നത് കിട്ടി 50. ഓക്കെ. ഇനി നമുക്ക് എന്താ വേണ്ടത്? മൂന്നാമത്തെ ബി ആണ് വേണ്ടത്. ഈ ബി കിട്ടാനുള്ള വഴി നമ്മളുടെ കയ്യിലുണ്ട്. എന്താണ് ബി കിട്ടാനുള്ള വഴി? ഇത് 3ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180 ആണ്. അപ്പൊ എയും സിയും നമുക്ക് കൂട്ടി നോക്കാം. എയും സിയും കൂട്ടുമ്പോൾ 65ഉം 50ഉം നമുക്ക് കിട്ടും 115 ഡിഗ്രി കിട്ടും. എയും സിയും കൂട്ടിയാൽ 115. അപ്പൊ ബി എങ്ങനെ കണ്ടുപിടിക്കാം? 180-ൽ നിന്ന് 115 കുറച്ചാൽ മതിയല്ലോ. നമുക്ക് ഉത്തരം കിട്ടും 65 ഡിഗ്രി. 65, 115, 180 ആണ്. അതായത് ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇത് 3ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 180 ആണ് കിട്ടുക. 3 കൂട്ടിയാൽ 180 ആണ് കിട്ടുക. അപ്പൊ 2 കിട്ടിക്കഴിഞ്ഞാൽ 180 കുറച്ചാൽ മൂന്നാമത്തെ ആംഗിൾ കിട്ടും. അപ്പൊ നമുക്ക് കിട്ടി ബി ഈക്വൽ ടു 65 ഡിഗ്രി. അപ്പൊ നമുക്ക് വേണ്ടുന്ന ട്രയാങ്കിളിന്റെ 3 ആംഗിളുകളും ആയിക്കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, ഐഡിയ മനസ്സിലായി. 22-ലെ 3 ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ക്വസ്റ്റ്യൻ നമ്പർ 4, ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ. ഈ ഓരോ ചോദ്യത്തിലും പറയുന്നത് ശ്രദ്ധിക്കോ. ഇവിടെ ഈ ലൈനും പാരലാണ്. ഇത് രണ്ടും സമാന്തരങ്ങളാണ്. ഈ 2 കോണുകൾ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കോണും മറ്റ് ത്രികോണത്തിന്റെ മറ്റ് 3 കോണുകളുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ കണ്ടുപിടിക്കേണ്ട ആംഗിളുകൾക്ക് നമുക്ക് പേര് കൊടുക്കാം. ഇതിനെ ഞാൻ എ എന്ന് വിളിക്കാം, ഇതിനെ ഞാൻ ബി എന്ന് വിളിക്കാം, ഇതിനെ ഞാൻ സി എന്ന് വിളിക്കാം, ഇതിനെ ഡി എന്ന് വിളിക്കാം. അങ്ങനെ പേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് പേര് കൊടുത്തത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ത്രികോണത്തിൽ 2 കോൺ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാലോ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ 35ഉം 40ഉം കൂട്ടിയാൽ നമുക്ക് 75 ഡിഗ്രി കിട്ടും. 75 ഡിഗ്രി കിട്ടിയാൽ മൂന്നാമത്തെ എത്രയായിരിക്കും? നിങ്ങൾ മനസ്സ് ചെയ്തിട്ടുണ്ടാവും. 180-ൽ നിന്ന് 75 കുറച്ചപ്പോൾ നിങ്ങൾക്ക് 105 ഡിഗ്രി കിട്ടിയിട്ടുണ്ടാവും. അതായത് എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും 105 ഡിഗ്രി. ഇങ്ങനെ 180 കുറക്കണമെന്നില്ല. 3ഉം കൂടെ കൂട്ടിയിട്ട് 180 എന്ന് പറയുന്ന 180 എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ വളർന്നാൽ മതി. ഓക്കെ. അപ്പൊ ഇത് 105 ഡിഗ്രി കിട്ടി. ഇപ്പൊ എ എന്ന് പറയുന്നത് കിട്ടി. ഇനി നമുക്ക് ഈ എ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി കിട്ടുമല്ലോ. എന്തുകൊണ്ടാണ്? അത് ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അപ്പൊ ബി ഈക്വൽ ടു എത്ര? 105 ഡിഗ്രി. അതിന്റെ കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിള്. ഓക്കെ. വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾ. കാരണം എഴുതുന്നുണ്ടെങ്കിൽ എതിർ കോൺ എന്ന് പറയും നമ്മൾ. നേരെ തിരിച്ചിട്ടുള്ള കോണ്. ഓക്കെ. എതിർ കോൺ, മറു കോൺ എന്നെല്ലാം പറയുന്ന അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എക്സ് എന്ന് പറയുന്ന രീതിയിൽ ഇത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇത് വരുന്ന രീതിയിൽ അറിയാം. ഓക്കെ. അപ്പൊ ബിയും കിട്ടി, 105 കിട്ടി. ഇനി നോക്ക് നിങ്ങൾ,
ഈ രണ്ട് ലൈനും പാരലാന്ന് സമാന്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഈ രണ്ട് ലൈൻ സമാന്തരം എന്ന് പറയുമ്പോൾ നമുക്കിതാ ഒന്ന് ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. നോക്കിയാൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഇത് 35 ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? 35 അല്ലെ? നോക്കിയാൽ ഇത് 30 സെഡ് വരുന്ന രീതിയിൽ വരുന്നതല്ലേ, ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അപ്പൊ ഇതും എത്രയായിരിക്കും? 35. അതുകൊണ്ട് സി എത്ര നമുക്ക് എഴുതാം? 35 ഡിഗ്രി. എന്താണ് കാരണം? ഓൾട്ടർനേറ്റ് ആംഗിള്. കാരണം പഠിക്കണേ, സ്കൂളിലൊക്കെ ടീച്ചർ ചോദിക്കും. ഓൾട്ടർനേറ്റ് ആംഗിള് മലയാളത്തില് മറുകോൺ എന്ന് അതിനെ നമ്മൾ വിളിക്കും, മറുകോൺ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടുന്നത് ആരാ? ഡി ആ കണ്ടുപിടിക്കേണ്ടത്. ഡി കണ്ടുപിടിക്കാൻ രണ്ട് വഴിയുണ്ട്. ഇത് രണ്ടും കിട്ടിയാലും ഇത് രണ്ടും കൂടെ കൂട്ടി 150 കുറച്ചാലും മതി. അല്ലെങ്കിൽ ഇത് 40 ഉണ്ടല്ലോ, ഇങ്ങനെയല്ലേ വരുന്നത്, ഈ മോഡലല്ലേ വരുന്നത്. അപ്പോ ഇത് 40 ഡിഗ്രി ആയതുകൊണ്ട് കൃത്യം പഠിക്കണേ. ഇത് നമുക്ക് എത്ര കിട്ടും? 40 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഡി ഈക്വൽ ടു 40 ഡിഗ്രി. അപ്പൊ അതിന്റെയും കാരണം എന്താ? ഇതേ മറുകോൺ എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മൾ എല്ലാ ആംഗിളും ആയി നോക്കിയാൽ താഴത്തെ ത്രികോണത്തിന്റെ ഈ ആംഗിള് കോണ് അല്ലെ, താഴെ വരുന്നതിന്റെ എ എന്നുള്ള കോണ് നമുക്ക് കിട്ടി. പിന്നെ ബി സി ഡി ട്രയാങ്കിളിന്റെ ഇത് മൂന്നും ട്രയാങ്കിളിന്റെ 3 കോണ്. മുകളിലത്തെ ട്രയാങ്കിളിന്റെ ടോപ്പ് ട്രയാങ്കിളിന്റെ മുകളിലുള്ള ട്രയാങ്കിളിൻ്റെത് ഇത് കിട്ടി, ഇത് താഴത്തെ കിട്ടി. അപ്പൊ എല്ലാ ആൻസർ ആയല്ലോ. കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. ഇത് രണ്ടും പാരലൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടുത്തെ കാര്യത്തിലും ഇതേമാതിരി തന്നെ ഇതും പാരലല്, ഇതും പാരലല്, സമാന്തരം. ഇതും സമാന്തരം, ഇതും സമാന്തരം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഇത് 60 തന്നിട്ടുണ്ട്, ഇത് 70 തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ലൈൻ വരച്ചാല് ആ ലൈനില് ഇങ്ങനെയുള്ള ഒരു ആംഗിള് ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇത് 70 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇത് എത്ര വരും? 110 ഡിഗ്രി വരും. കാരണം എന്താ? നമ്മളെ പ്രൊട്രാക്ടറിൽ എത്രയാണ്? ഇവിടുന്ന് മുതൽ ഇങ്ങനെ വരെ 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോ ഒരു ലൈനില് നോക്കൂ കുട്ടികളെ, ഇങ്ങനെയുള്ള ഒരു ലൈനില് ഒന്ന് ഇങ്ങനെ വെച്ചു, ഒന്ന് ഇങ്ങനെ വെച്ചു, ഒന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇതും 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 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 നമ്മൾക്ക് കിട്ടും. അപ്പൊ ഇവിടെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് കിട്ടും ഇതും 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 കൂട്ടിയാൽ 180 ഡിഗ്രി. ഈ ആംഗിളും ഇതും കൂട്ടിയാൽ 180 കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 60ഉം 70ഉം ആയി. അപ്പൊ ഇത് എത്ര വരും? ഇത് 60ഉം 70ഉം കൂട്ടിയാൽ നോക്ക്, 60ഉം 70ഉം കൂട്ടിയാൽ നമുക്ക് 130 ഡിഗ്രി കിട്ടും. അപ്പൊ ഇപ്പുറത്ത് നമുക്ക് എത്ര കിട്ടും? 50 ഡിഗ്രി കിട്ടും അല്ലേ? 50 ഡിഗ്രി. അത് റൗണ്ട് ചെയ്തു, നമ്മൾ കണ്ടുപിടിച്ചതാണ് 50 ഡിഗ്രി. അപ്പൊ ഇത് നമ്മൾക്ക് 50 ഡിഗ്രി എന്ന് കിട്ടി. എന്താ കാരണം? 180ൽ നിന്ന് 130 കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് 50 ഡിഗ്രി കിട്ടും. ഇത് ഫുള്ള് വേണമെങ്കിൽ ലീനിയർ പെയർ ആയിട്ട് എടുക്കാം. ഓക്കെ, ഈ രണ്ടെണ്ണം ഒന്നിച്ചിട്ട് എടുത്താൽ 130 എടുത്താൽ ബാക്കി ഇത് 50 വരും. കറക്റ്റ്. ഇനി നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കൂ. ഇനി നിങ്ങൾ ഇവിടുന്ന് ശ്രദ്ധിച്ച് നോക്കണം. നോക്ക്, രണ്ട് പാരലൽ ലൈൻ, ഇത് രണ്ടും ഇതുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുണ്ട്, നോക്കിയാൽ ഇങ്ങനെയാണ് ഉള്ളത്. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നോക്കൂ കുട്ടികളെ, ഇത് എത്ര കിട്ടി? ഇപ്പോ 50 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് 50 ഡിഗ്രി എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് എത്ര വരും? 50 ഡിഗ്രി. എന്താ കാരണം? കറസ്പോണ്ടിങ് ആംഗിൾ, ഒരേ സ്ഥാനത്തുള്ള കോണുകൾ. അതായത് ഈ വരക്ക് മുകളിലാണ് രണ്ടും, ഈ വരയുടെ രണ്ടും താഴെ അല്ലെങ്കിൽ വലതാണ് വരിക. അപ്പൊ ഇത് 50 ഡിഗ്രി ഉണ്ടായതുകൊണ്ട് ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും? ഇതിനെ ഞാൻ പേര് കൊടുക്കാം. അപ്പൊ ഇതിന്റെ പേര് ഞാൻ കൊടുക്കാം എ എന്ന് കൊടുക്കാം, ഇതിനെ ഞാൻ ബി എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിന് സി എന്ന് കൊടുക്കാമായിരുന്നു, ഇതിനെ ഞാൻ വേണമെങ്കിൽ സി എന്ന് കൊടുക്കാം. അപ്പോ നോക്കൂ കുട്ടികളെ, ഇതിനെ സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സി ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? സി ഈക്വൽ ടു 50 ഡിഗ്രി കിട്ടി. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് സി ഈക്വൽ ടു 50 ഡിഗ്രി കിട്ടി. അപ്പൊ ഇത് നമുക്ക് കിട്ടിയത് എത്രയാണ്? 50 ഡിഗ്രി. ഇത് കിട്ടിയത് 50 ഡിഗ്രിയാണ് കിട്ടിയത്. നോക്കൂ, ഈ സി തന്നെ ആയിരിക്കും ഇവിടെ എയും ആയിട്ട് വരിക. അപ്പൊ എ സമം നമുക്ക് എത്ര കിട്ടും? 50 ഡിഗ്രി. കാരണം എന്താ? എ സമം സി ആണ്, കറസ്പോണ്ടിങ് ആംഗിള് ആണ്. ഓക്കെ, ശ്രദ്ധിക്കണേ, കറസ്പോണ്ടിങ് ആംഗിൾ ആണ് വരിക. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞാല് മലയാളത്തില് സമാന കോൺ.
അതുകൊണ്ട് ഇത് 50 ആവുമ്പം ഇതും എത്രയായി 50 എന്ന് കിട്ടി. അപ്പൊ ഇത് 50 ആവുമ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? എ ഈക്വൽ ടു 50 ഡിഗ്രി കിട്ടി. നോക്ക്, ഇത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് 60 ഡിഗ്രി തന്നതുകൊണ്ട് ബീനെ നമുക്ക് കിട്ടുമല്ലോ. ബീനെ നമുക്ക് എത്ര കിട്ടും? 50ഉം 60ഉം കൂട്ടി നോക്ക്. 50ഉം 60ഉം കൂട്ടിയാല് 50യും 60യും കൂടെ കൂട്ടിയാൽ നമുക്ക് 110 കിട്ടും. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 110 കിട്ടും. 110 കിട്ടിയാൽ ബി നമുക്ക് എത്ര കിട്ടും? ബി സമം നമുക്ക് 180ൽ നിന്ന് 110 കുറച്ചാൽ നമുക്ക് 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 70 ഡിഗ്രി. അപ്പൊ ഈ ത്രികോണത്തിന്റെ എല്ലാ കോണുകളും ആയി. ഇനി എന്ത് വേണം നമുക്ക്? ഈ ത്രികോണത്തിന്റെ കോണം എല്ലാം കണ്ടുപിടിക്കണം. അതിൽ സി എന്ന് പറയുന്ന കോണം നമുക്ക് 50 ഡിഗ്രി കിട്ടിയിരുന്നു. നോക്കൂ കുട്ടികളെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചപ്പോൾ ഇതും ഈക്വലായി. അതേപോലെ തന്നെ ഈ വരയും ഈ വരയും എടുക്കുക. ഞാൻ മുകളിൽ ഇവിടെ വരക്കാം. നോക്കൂ, ഇങ്ങനെ ഒരു വര, ഇത് ഇങ്ങനെ ഒരു വര, ഇത് ഇവിടെ നമ്മൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നപ്പോൾ നോക്കൂ കുട്ടികളെ, ശ്രദ്ധിക്ക്, ഈ ഒരു വര ഞാനിവിടെ വരച്ചു, ഈ ഒരു വര ഇത് വരച്ചു, ഈ ഒരു വര ഞാനിവിടെ ഇല്ല ഈ വര ഇവിടെയും വരച്ചു. അതായത് ഈ വര ഒഴിവാക്കി എന്നർത്ഥം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത് എത്ര ഡിഗ്രി കിട്ടി? നമുക്ക് 60 ഡിഗ്രി കിട്ടി. ഇത് 60 ഡിഗ്രി ആകുമ്പോൾ ഇതും എത്ര വരും? 60 ഡിഗ്രി വരും. എന്താ കാരണം? ഇതേ കാരണം, കറസ്പോണ്ടിങ് ആംഗിള്. ഓക്കെ, ശ്രദ്ധിക്കണേ, കറസ്പോണ്ടിങ് ആംഗിള്, സമാന കോണുകൾ എന്നർത്ഥത്തില് ഇത് 60 ഡിഗ്രി ആകുമ്പോൾ ഇത് എത്ര കിട്ടി? 60 ഡിഗ്രി കിട്ടി. അപ്പൊ നോക്ക്, ഈ ത്രികോണത്തിന്റെ ട്രയാങ്കിളിന്റെ 2 ആംഗിൾ കിട്ടിക്കഴിഞ്ഞു. ഒരു ആംഗിൾ ആദ്യം കിട്ടിയ 50, രണ്ടാമത്തെ ആംഗിള് ഇപ്പൊ കിട്ടിയ സമാന കോണ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ വന്ന 60. 50ഉം 60ഉം കൂട്ടിയ 110 ആയി. അപ്പൊ ഈ മൂന്നാമത്തെ ആംഗിളിനെ ഞാൻ ഡി എന്ന് പേര് വിളിക്കാം. ഡി എന്ന് പേര് വിളിക്കുമ്പോൾ അത് എത്ര വരും? 180. ഡി എന്ന് പറയുന്നത് 110 ഡിഗ്രി സമം എത്ര കിട്ടും? 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഡി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 70 ഡിഗ്രിയാണ്. ഡി ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പൊ ഇത് 70 ഡിഗ്രി ആയി. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും, എല്ലാ ആംഗിൾസും നമ്മൾക്ക് ഇവിടെ ആയിക്കഴിഞ്ഞു. ശ്രദ്ധിക്കുക, ഇത് കണ്ടുപിടിച്ച രീതി പറഞ്ഞുതരാം. ഇത് 60, ഇത് 70, ഇങ്ങനെ വരുമ്പോ 180, 60, 70, 130 കഴിച്ച ബാക്കി 50. അപ്പൊ ഈ ലൈനിലത്തെ 3 ആംഗിൾ നമുക്ക് കിട്ടി. ഇത് 60 ആയതുകൊണ്ട് ഇപ്പുറത്തത് 60 അത് കിട്ടി. ഇത് 50 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 50 എന്ന് കിട്ടി. ഈ 50ഉം 60ഉം കിട്ടിയ മൂന്നാമത്തെ കിട്ടി. ഈ 50ഉം ഈ 60ഉം കിട്ടിയ മൂന്നാമത്തതും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും ആയി കഴിഞ്ഞു. ശരിക്കും വരച്ചിട്ട് തന്നെ ഒന്ന് പഠിക്കുക. ഓക്കെ, ഇനി ഞാൻ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് കടക്കുന്നത്. അതിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ്, 3 കോണുകളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പുള്ള ഒരു കണക്കിൽ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ട് അതിൽ ഇതേമാതിരിയുള്ള ചിത്രം വന്നിട്ട് ഇത് 40 ഡിഗ്രി ആയി, ഇത് 50 ഡിഗ്രി ആയി. അപ്പോൾ ഇത് 3 പിടിച്ച ഓർമ്മയുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയി ചെയ്യാൻ പറ്റിയത് എങ്ങനെയാന്ന് വിചാരിച്ചാല്, ഇത് 40 ആവുമ്പം ഇത് 50 എന്ന് പറഞ്ഞു അവിടെ, കാരണം ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ നോക്കൂ, ഇത് 90 ഡിഗ്രി അല്ല, ഇതൊന്നും 90 ഡിഗ്രി അല്ല. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാല്, നോക്കൂ കുട്ടികളെ, ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള 2 വര, ഈ വരയില് ഇത് 110, നമ്മുടെ സിന്റെ മോഡൽ വന്നില്ലേ, സിയുടെ മോഡൽ വരുമ്പം ഇത് 110 ആകുമ്പം ഇത് ഫുൾ എത്ര കിട്ടും? 70 ഡിഗ്രി കിട്ടും. 70ഉം 110ഉം എന്ത്? ഇന്റീരിയർ ആംഗിള്, സഹകോണുകള്, കോ ഇന്റീരിയർ ആംഗിൾസ്, ആന്തര സഹകോണുകളാണ് ഇവര് വരിക. അപ്പൊ ഇത് 110 ആവുമ്പം ഇതിനെ ഞാൻ എ എന്ന് വിളിക്കാം, ഇതിനെ ബി എന്ന് വിളിക്കാം, ഇതിനെ സി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടും ഈ എയും 30ഉം കൂട്ടിയാൽ 70 ആയിരിക്കും. എയും 30, ഇവിടെ ഞാൻ താഴെ എഴുതാം, ഇവിടെ ഞാൻ ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതാം. എയും 30ഉം കൂട്ടിയാൽ 70. അതിലപ്പോ എ എത്രയായിരിക്കും? 40 ആയിരിക്കുമല്ലോ. 40ഉം 30ഉം അല്ലേ നമുക്ക് 70 കിട്ടുക. അപ്പൊ എ എത്ര കിട്ടി? 40 എന്ന് കിട്ടി. ഇനി എന്റെ കുട്ടികൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുക, ശ്രദ്ധിക്കണം, നിങ്ങളുടെ ചിന്ത നല്ലോണം വേണം. നോക്കേ, ഇങ്ങനെ കാണോ, ഇതിപ്പോ എത്ര കിട്ടിയത്?
70 എന്ന് കിട്ടി. ഇത് 70 കിട്ടി. അപ്പൊ ഇത് എത്രയായിരിക്കണം? 110 ഡിഗ്രി ആയിരിക്കണം ഇത്. അങ്ങനെ വരുമ്പം നമുക്ക് എന്ത് കിട്ടും? 60 കൂട്ടിയാൽ നമുക്ക് 110 ഡിഗ്രി ആയിരിക്കും. ഡിഗ്രി. കാരണം എന്താ? 110. എത്ര കിട്ടിയത് നേരത്തെ? 40. ഓക്കെ. ഇനി ആരെയാ വേണ്ടത്? ബിനെയാണ് വേണ്ടത്. നമുക്ക് എന്ത് ഞാൻ എഴുതാം? ബി പ്ലസ് സി 180 ആണ്. അതില് എ എത്രയായിരുന്നു? 40 പ്ലസ് ബി അറിയില്ല പ്ലസ് സി നമുക്ക് കിട്ടിയത് 50 സമം 180. 50 സമം 180. അപ്പൊ ബി എത്രയായിരിക്കും? 90 കൂട്ടുമ്പോ അല്ലേ 150 കിട്ടുക. അപ്പൊ ബി 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ബി എന്ന് പറയുന്ന ഇത് 90 ഡിഗ്രി ആയിരിക്കും. ബി എഴുതാം. അപ്പൊ ഇത് അത് കണ്ടു ആന്തരാണ്. അപ്പൊ ഇതാ ഇന്റീരിയർ 110 ആവുമ്പോൾ ഇത് എത്ര വരിക? 70 ഡിഗ്രി. വേണമെങ്കിൽ ഇതും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ്? റൈറ്റ് ആംഗിൾ അല്ലാത്തതുകൊണ്ട് ഈ ആംഗിൾ ഇത് അങ്ങനെ ഇത് ഓപ്പോസിറ്റ്. ഇത് 70 ആയിരിക്കും. ഇത് 100. നമുക്ക് എത്ര കണ്ടുപിടിക്കും? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. വരകൾ എല്ലാ തരത്തിലുള്ള ആംഗിൾസ് ആണ്, കോണുകളാണ് തുല്യമാവുക. അത് പാരലൽ ലൈൻസ് നോക്കി മനസ്സിലാക്കാനുള്ള നമ്മൾ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ പുതിയ ടോപ്പിക്കുമായി കാണാം. ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.